സോ ഈ ഒരു വീക്കിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ എത്ര പേര് ചെയ്തു? കുറച്ചും കൂടെ എന്താണ് നിങ്ങൾ കുറച്ചും കൂടെ ഒരു ക്രിട്ടിക്കലി തിങ്ക് ചെയ്യേണ്ടേ, കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന ടാസ്കുകളൊക്കെ ഒരു 5 മിനിറ്റ്സ് എടുക്കുന്നതായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾക്കുള്ള ആക്ടിവിറ്റീസ് ഒരു 5 to 10 മിനിറ്റ്സ് എടുക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. സോ ഈ ഒരു ലാസ്റ്റ് വീക്കിലെ എല്ലാ ടാസ്കും എത്ര പേര് കംപ്ലീറ്റ് ചെയ്തു? ബിഫോർ വി സ്റ്റാർട്ട് എനിക്ക് അതറിയണം. കാരണം നമ്മുടെ സെഷൻസ്, ലൈവ് സെഷൻസ് നമ്മളുടെ ടാസ്ക് ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ടാസ്കുകൾ ചെയ്യുന്നവർക്കാണ് അതിൽ ഉണ്ടായിരുന്ന തെറ്റുകൾ കവറപ്പ് ചെയ്യാനും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയും കൂടുതൽ ടാസ്കുകൾ ചെയ്യുന്നവർക്കാണ്. അല്ലാതെ ഈ ലൈവ് സെഷൻ മാത്രം അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഭയങ്കരമായ ഇംപ്രൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് വീക്ക്ലി വൺസ് 1 hour ഉള്ളൂ. ആ ഒരു ടാസ്കിന്റെ സപ്പോർട്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ വർക്ക്ഔട്ട് ആവും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. How was the task, or how many tasks did you attend out of 7? Last week 7 ടാസ്കുകൾ ഉണ്ടായില്ല. Just give me the numbers like 5 on 7, 4 on 7, 3 on 7. നിങ്ങൾ എത്ര ചെയ്തു എന്നുള്ള ഒരു കൗണ്ട് എനിക്ക് തരുമോ? Also let me get feedback on the task. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 3 on 7 ഓക്കെ. നിങ്ങൾ ബാക്കി മിസ് ഔട്ട് ചെയ്യുന്നതിന്റെ റീസൺസ് എന്താണ്? നിങ്ങളുടെ പേഴ്സണൽ റീസൺസ് ആണോ, അതോ ടാസ്കുകൾ മനസ്സിലാവാഞ്ഞിട്ടാണോ, അതോ അത് ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നാഞ്ഞിട്ടാണോ, ഓർ ഭയങ്കര ഡിഫിക്കൽറ്റി ലെവൽ കൂടിയിട്ടാണോ? വാട്ട് ഇസ് ദ റീസൺ എന്നുള്ളത് കൂടി ഒന്ന് മെൻഷൻ ചെയ്യണേ. ഓക്കെ, ചെറിയൊരു അസുഖത്തിലാണ്. ഓക്കെ ഓക്കെ, പേഴ്സണൽ റീസൺസ്. ഓക്കെ ഓക്കെ, ദെൻ അതല്ലാതെ ടാസ്ക് കണ്ടിട്ട് ഇൻട്രസ്റ്റ് തോന്നാഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ലെവൽ കൂടുതലാണെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടോ? 5 on 7 ഓക്കെ, ഗുഡ്, നോട്ട് ബാഡ്. 4 on 6 ഓക്കെ ഓക്കെ, സം പീപ്പിൾ ഹാഡ് എക്സാം. ഓക്കെ, പേഴ്സണൽ റീസൺ. ഓക്കെ, അതല്ലാതെ നിങ്ങൾക്ക് ടാസ്ക് മനസ്സിലാവാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും പ്ലീസ് അതോടെ ഓപ്പൺ ആയി പറയണേ. ഓക്കെ, ടാസ്ക് ആർ ഗുഡ്. ഓക്കെ സ്വപ്ന. ഓക്കെ ഓക്കെ, അതായത് ടാസ്കിലുള്ള ഡിഫിക്കൽട്ടീസ് നിങ്ങൾ ലൈവ് സെഷൻസിൽ പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് ഓൾട്ടർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, സോ ഇന്നും ഫസ്റ്റ് ആദ്യമായിട്ട് വന്നിരിക്കുന്നവരുണ്ട്. വെൽക്കം ടു അവർ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. നിങ്ങൾ ഇതുവരെ നടന്നത് എന്താണ് എന്നുള്ളതും നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കുക. നമ്മുടെ ഈ ഒരു ക്ലാസ് പോകുന്നത് ഡെയിലി നിങ്ങൾക്ക് ഒരു ടാസ്ക് തരും. ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. എവറി 7th ഡേ അല്ലെങ്കിൽ എവറി ട്യൂസ്ഡേ നമ്മൾക്ക് ഇങ്ങനത്തെ 1 hour സൂമിൽ ലൈവ് സെഷൻ ഉണ്ടാവും. ടുഡേ ഇസ് 17th ലൈവ് സെഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പവർ പോയിന്റിൽ കാണാം വീക്ക് 17 സൂം സെഷൻ എന്ന് കാണുന്നത്. ഓക്കെ, സോ മുമ്പത്തെ ലൈവ് ക്ലാസ്സസ് എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ EEP എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് ലേൺ വൈസിന്റെ ചാനൽ എടുത്തിട്ട് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് അടിക്കുമ്പോൾ തന്നെ ഇതിന്റെ വീഡിയോസ് വരും. ഇനി ഇൻ കേസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെന്റേഴ്സിനോട് ചോദിച്ചാൽ അവർ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഓക്കെ ഓക്കെ, സോ പുതിയ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്, പഴയവരെ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്താണ്? ബ്രിഡ്ജിങ് ലാംഗ്വേജ് ആൻഡ് കരിയർ അഡ്വാൻസ്മെന്റ്. നമ്മൾക്ക് നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന്റെ ആവശ്യമുണ്ടോ? ഇസ് ഇറ്റ് നെസസറി? അതിന്റെ ഒരു ആവശ്യം വരുന്നുണ്ടോ? നമുക്ക് നമ്മുടെ എന്താണ് കരിയർ റിലേറ്റഡ് നോളജ് പോരെ? ഇംഗ്ലീഷിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പിന്, ലാംഗ്വേജ് ആൻഡ് കരിയർ, ഇതിന് രണ്ടിനെയും നമ്മൾ എങ്ങനെ ബ്രിഡ്ജ് ചെയ്യും? യെസ്, 200% ഇറ്റ്സ് നെസസറി. അതുകൊണ്ടാണല്ലോ അല്ലെ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഗ്രോത്തിന് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് എന്ന് നോക്കുന്നുണ്ട്. ആൻഡ് റോൾ പ്ലേസ്, ദാറ്റ് ഇസ് കോമൺ വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന റോൾ പ്ലേസ്. ദെൻ റെസ്യൂമെ ആൻഡ് കവർ ലെറ്റർ റൈറ്റിംഗ് വർക്ക്ഷോപ്സ്. ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റർവ്യൂവിനേക്കാൾ, നമ്മൾ ഇന്റർവ്യൂ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ, ഇന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്റർവ്യൂവിനേക്കാൾ മുമ്പത്തെ പ്രൊസീജിയർ എന്താണ്? നമ്മൾ അവർക്ക് CV അയക്കുക. ഓക്കെ, CV എന്നാൽ കരിക്കുലം വിറ്റ്, വിച്ച് മീൻസ് റെസ്യൂമെ. ഓക്കെ, റെസ്യൂമെ ആൻഡ് കവർ ലെറ്റർ. കവർ ലെറ്റർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് ഇസ് മോക്ക് ഇന്റർവ്യൂ. അതായത് നമ്മൾ ജസ്റ്റ് ഒരു ജോബ് ഇന്റർവ്യൂ പോലെ നമുക്കൊന്ന് വെറുതെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആൻഡ് ദെൻ ആസ് യൂഷ്വൽ ക്വസ്റ്റൻ ആൻസർ സെഷൻ ആൻഡ് ജസ്റ്റ് പേഴ്സണൽ ഡെവലപ്മെന്റ് പ്ലാനിങ്. അത് നിങ്ങൾ ഓരോരുത്തർ പ്ലാൻ ചെയ്യുക. നിങ്ങൾ എല്ലാവരോടും ഡിഫറെന്റ് ആണ്. ചിലർ ഗ്രാമറിൽ വീക്ക് ആണ്, ചിലർ പ്രൊനൗൺസിയേഷൻ ആണ്, ചിലർ വൊക്കാബുലറി ആണ്, ചിലർക്ക് കോൺഫിഡൻസ് കുറവാണ്. സോ നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് എന്താണ് നിങ്ങളൊരു ഡെവലപ്മെന്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഇത് ഞാൻ ഇവിടെ ഇത്രയും ഇങ്ങനെ കൊടുത്തേക്കുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഗ്യാപ്പിൽ നിങ്ങൾ ഒന്ന് വായിച്ചു പോവുക. ദാറ്റ് ഈസ് ഇവിടെ സെന്റൻസുകൾ ഫ്രെയിം ചെയ്തിരിക്കുന്ന രീതി മനസ്സിലാക്കാനാണ്. ഇതൊന്നും നിങ്ങൾ കാണാപ്പാഠം പഠിക്കാനോ എസ്സേ പോലെ പഠിക്കാനോ ഒന്നുമല്ല. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകളെല്ലാം നമ്മൾ യൂഷ്വലി ക്ലാസ്സിൽ ഫ്രെയിം ചെയ്യുന്ന സെന്റൻസുകളിൽ നിന്ന് കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ലാംഗ്വേജ് ഫോർ പ്രൊഫഷണൽ ഗ്രോത്ത്. വൈ ഡു വി നീഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോർ ആർ പ്രൊഫഷണൽ ഗ്രോത്ത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇതിൽ അറിയാത്ത വേർഡ്സ് നോട്ട് ചെയ്യുക, അറിയാത്ത വേർഡ്സ് ചോദിക്കുക. ഓക്കെ, വൊക്കാബുലറി ബിൽഡ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് നീട്ടി എഴുതിയിരിക്കുന്നത്. സോ ഇൻ ടുഡേസ് ഗ്ലോബലൈസ്ഡ് വേൾഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഹാസ് ബിക്കം പാരമൗണ്ട്. പാരമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മെൻ ബൈ പാരമൗണ്ട്? ആർക്കെങ്കിലും ഗസ് ചെയ്തോളൂ. ഞാനിങ്ങനെ ഇടയിലിടയിൽ ഓരോ വേർഡ്സ് ചോദിക്കും, നിങ്ങൾ ഗസ് ചെയ്താൽ മതി കേട്ടോ. ആരും പോയി ഗൂഗിൾ ചെയ്ത് നോക്കി വരണ്ട. ഓക്കെ, ജസ്റ്റ് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആക്കാം. പാരമൗണ്ട് എന്ന വേർഡിന്റെ ഉദ്ദേശം എന്താണ്? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഹാസ് ബിക്കം പാരമൗണ്ട്. നെസസിറ്റി, പവർഫുൾ, അബൌവ് സംതിങ്, യെസ് ഇമ്പോർട്ടന്റ്, ഏറ്റവും വാല്യബിൾ ആയത്. ഇമ്പോർട്ടന്റിന്റെക്കാൾ മുകളിൽ ഇപ്പൊ നമുക്കൊരു 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ്: എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, സ്കില്ല്, ടാലന്റ്. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പാരമൗണ്ട് ആണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും പവർ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ഓക്കെ, നെസസിറ്റി എന്നല്ല, നെസസിറ്റി എന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നതാണ് കേട്ടോ അതിന്റെ മീനിങ്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു വേർഡ് നോട്ട് ചെയ്യുക. ഓക്കെ, ഇൻ ആർ ഡെയിലി ലൈഫ് ടേക്കിംഗ് കെയർ ഓഫ് അവർ ഹെൽത്ത് പാരമൗണ്ട്. ഇമ്പോർട്ടന്റ് എന്ന വേർഡിന്റെ ഒരു സിനോണിം ആയിട്ട് വൊക്കാബുലറീസ് ഒക്കെ നിങ്ങളുടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ വൊക്കാബുലറി ബുക്ക് കീപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വൊക്കാബുലറി ബുക്കിലേക്ക് ആഡ് ചെയ്യുക. ആൻഡ് മാസ്റ്ററിംഗ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാസ് എമർജ്ഡ് ആസ് എ ക്രൂഷ്യൽ സ്കിൽ. ക്രൂഷ്യൽ, നിർണായകമായ ഒരു സ്കില്ലായിട്ട്. അതായത് ഇപ്പോ ഞാനൊരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളാണ്. സെയിം ഒരു ജോബിന് എന്റെ അതേ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് ഒരാളും കൂടെ ഉണ്ട്. പക്ഷെ ഒറ്റൊരു ഡിഫറൻസേ ഉള്ളൂ. എന്റെ കയ്യിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, മറ്റേയാളുടെ കയ്യിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ല. സോ എന്താണ് അത്? എനിക്ക് അവിടെ ഒരു ക്രൂഷ്യൽ സ്കില്ലായി, എന്തെങ്കിലും കാര്യങ്ങൾ നിർണ്ണയിക്കാൻ കഴിവുള്ള ഒരു സ്കില്ലായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാറിയിരിക്കുകയാണ്. ഓക്കെ, ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഈ പാരമൗണ്ട് ആയതും ക്രൂഷ്യൽ സ്കില്ലായിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എഗെയിൻ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതി കൂട്ടുന്നതും പറഞ്ഞു കൂട്ടുന്നതും ഒരിക്കലും നിങ്ങളുടെ ഇംഗ്ലീഷ് തിയറിറ്റിക്കൽ നോളജ് ഇംപ്രൂവ് ചെയ്യാനല്ല. കാരണം ഇവിടെ നമ്മളുടെ ഗോൾ അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ആണ്. സോ ഇത്തരത്തിലുള്ള കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസുകൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആ വൊക്കാബുലറി ക്യാച്ചപ്പ് ചെയ്യാനും ഇവിടെ സെന്റൻസുകൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഗ്ലോബൽ റീച്ച് ആൻഡ് എൻഹാൻസ്ഡ് നെറ്റ്വർക്കിംഗ്. ഇന്ന് നമ്മൾ എല്ലാവരും എന്താണ് ഗ്ലോബലൈസ്ഡ് വേൾഡിലാണ് ജീവിക്കുന്നത് അല്ലെ? ഇപ്പൊ ഞാൻ ഔട്ട്സൈഡ് കേരള ഉള്ളവരുണ്ട്, അബ്രോഡ്, ഗൾഫ്, ദാറ്റ് ഇസ് മിഡിൽ ഈസ്റ്റ് കൺട്രീസ് എന്നുള്ളവരുണ്ട്. സോ എന്താണ്? ഒരു ഗ്ലോബൽ റീച്ച് കിട്ടുകയാണ്. ഓക്കെ, ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് എന്താണ്? ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് എന്ന ഒറ്റ ലാംഗ്വേജ് കൊണ്ട് നമുക്ക് പല രാജ്യത്തുള്ള ബൗണ്ടറി ക്രോസ് ചെയ്ത് നമ്മളുടെ കൊലീഗ്സ്, ക്ലയൻസ്, പാർട്ട്നേഴ്സ് എല്ലാം ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇംപ്രൂവ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി. പ്രൊഫിഷ്യൻസി എന്താണ്? പ്രൊഫിഷ്യൻസി നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. പ്രൊഫിഷ്യൻസി എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? യെസ്, എക്സ്പെർട്ടീസ് ഇൻ സംതിങ്. വെരി ഗുഡ് ഷെയറിംഗ്. യെസ്, ബീങ് വെരി മച്ച് സ്കിൽഡ് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ എക്സലൻസ് ഉണ്ടാവുന്നതിനെയാണ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത്. Improved English proficiency enables you to communicate and connect with colleagues, clients, and partners from diverse backgrounds, enhancing your ability to collaborate and establish meaningful professional relationships across borders. Okay, ഈ ഒരു സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് ഇംപ്രൂവ്ഡ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞാണ്. ഇനി താഴേക്ക് വരുമ്പോൾ നിങ്ങൾ എൻഹാൻസിങ് എന്ന വേർഡ് കാണുന്നില്ലേ? എൻഹാൻസിങ് യുവർ എബിലിറ്റി. അവിടെയും വേണമെങ്കിൽ എൻഹാൻസിങ്ങിന്റെ സെയിം മീനിങ് തന്നെയാണ് ഇംപ്രൂവിങ്ങിനും ഉള്ളത്. ഇംപ്രൂവിങ് യുവർ എബിലിറ്റി എന്ന് കൊടുക്കാമായിരുന്നു. പക്ഷെ എന്താണ്?
വീണ്ടും വീണ്ടും ഇംപ്രൂവിങ് എന്ന് പറയുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ ഒരേ വേർഡ് റിപ്പീറ്റേഷൻ വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. സോ എന്താണ് ദ സെന്റൻസ് സ്റ്റാർട്ടഡ് വിത്ത് ദ വേർഡ് ഇംപ്രൂവ്ഡ്, ഇടയിൽ സെയിം ഇംപ്രൂവിങ്, ആ എൻഹാൻസിങ്ങിന് പകരം അവിടെ ഇംപ്രൂവിങ് കൊടുത്താലും കറക്റ്റ് ആയിരുന്നു. പക്ഷെ അവിടെ സിനോണിം യൂസ് ചെയ്തത് കൊണ്ട് എന്തായി, സെന്റൻസ് ബെറ്റർ ആയി. സെന്റൻസ് നമുക്ക് കൂടുതൽ വായിക്കുമ്പോൾ തന്നെ ഈ സെന്റൻസ് കൊള്ളാലോ, നമ്മൾ ചിലർ എഴുതിയതൊക്കെ വായിക്കുമ്പോൾ വാവ് ഇത് അടിപൊളിയാണല്ലോ എന്ന് തോന്നില്ല. ഈ കുറെ നമുക്ക് അറിയുന്ന കോമൺ വേർഡ്സ് ഇട്ടും അത് മാറ്റി മറിച്ച് കളിക്കുന്നതിനേക്കാൾ ഓക്കെ ഇംപ്രൂവ്ഡും എൻഹാൻസും സിനോണിംസ് ആണ്. ബട്ട് അതിന്റെ യൂസേജ് ഇവിടെ കണ്ടില്ല. ഓൾസോ നോക്ക്, യുവർ എബിലിറ്റി ടു കൊളാബറേറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് മീനിങ്ഫുൾ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് അക്രോസ് ബോർഡേഴ്സ്. അവിടെ തന്നെ വേണമെങ്കിൽ റിലേഷൻഷിപ്സ് ബിയോണ്ട് കൺട്രീസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ഗ്ലോബലി എന്ന് കൊടുക്കുക. പക്ഷെ എന്താണ് ഇവിടെ ഓൾറെഡി ഗ്ലോബൽ എന്ന വേർഡ് നമ്മൾ 2 പ്രാവശ്യം യൂസ് ചെയ്തു. ബിഗിനിങ്ങിൽ ഇൻ ടുഡേസ് ഗ്ലോബലൈസ്ഡ് വേർഡ് എന്ന് പറഞ്ഞു, പിന്നെ ഞാൻ ആ ഒരു ബോൾഡ് ആയിട്ട് കൊടുത്ത ഹെഡിങ്ങിൽ വീണ്ടും ഗ്ലോബൽ റീച്ച്. അപ്പൊ വീണ്ടും പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഗ്ലോബലി എന്ന് കൊടുക്കുന്നതിനേക്കാൾ അക്രോസ് ബോർഡേഴ്സ്, സെയിം മീനിങ് ആണ് ബട്ട് ഡിഫറെന്റ് വേർഡ്സ് ആണ്. ഓക്കെ, സോ ആ ഒരു സെന്റൻസ് ഫ്രെയിമിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതിനൊന്നും ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വായിച്ചു പോവേ ഉള്ളൂ. ഓക്കെ, വെയിറ്റ്, ഇത്രയും കോംപ്ലക്സ് ആയ സെന്റൻസുകൾ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയില്ലേ? ഈ ഒരു ഫസ്റ്റ് സെന്റൻസ് ഞാൻ ഈ വായിച്ചു, ഇംപ്രൂവ്ഡ് ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി എനേബിൾസ് മുതൽ അക്രോസ് ബോർഡേഴ്സ് വരെ, ഈ ഒരു സെന്റൻസ് മനസ്സിലാവാത്തവരുണ്ടോ? ഞാൻ വായിച്ചിട്ട് അത് തീരെ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാറ്റ് ബോക്സിൽ ഓപ്പൺ ആയി പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ടു എവ്രി വൺ എന്ന ഓപ്ഷൻ മാറ്റിയിട്ട് ടു ഹംന എന്ന്, അതായത് എനിക്ക് മാത്രമായിട്ടും ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, എനേബിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെയായിരുന്നു ആ വേർഡ് വന്നത്? എനേബിൾസ് ചെയ്യാം, പ്രൊഫഷ്യൻസി എനേബിൾസ്, അത് സാധ്യമാക്കി തരുന്നു. ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് നമ്മളെ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ആണ് നമ്മളെ സഹായിക്കുന്നത്. എന്തിന്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും ആ ലാംഗ്വേജ് ആണ് നമ്മളെ എനേബിൾ ചെയ്യുന്നത്, നമ്മളെ സഹായിക്കുന്നത്. ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ആണ് സാധ്യമാക്കി തരുന്നത്. ഓക്കെ, അതാണ് കേട്ടോ എനേബിൾ എന്ന വേർഡിന്റെ ഉദ്ദേശം. ഓക്കെ, എനേബിൾ ചെയ്യുക. ഓക്കെ, the next is increased job opportunities. ഇംഗ്ലീഷ് വീണ്ടും വീണ്ടും എടുത്തു പറയാണ്, ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, വേൾഡ് വൈഡ് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് മാറിയേക്കാണ്. സോ ഇൻക്രീസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ലിങ്ക്ഡ്ഇൻ, നൗകരി, ഇന്റേൺശാല എല്ലാം ജോബ് ആൻഡ് ആസ് വെൽ ആസ് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന സോഷ്യൽ സൈറ്റ്സ് ആണ്, അല്ലെ, സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മൾ റിസർച്ച് പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം നമ്മൾ ഇംഗ്ലീഷിലാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിടുന്നത്. സോ ഒബ്വിയസ്ലി ഇന്നിപ്പോ ഒരുപാട് മലയാളികള് വെസ്റ്റേൺ കൺട്രീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അല്ലെ, UK, US ഒരുപാട് സ്ഥലത്ത് പഠിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു ഭൂരിഭാഗം ആൾക്കാർക്ക് ജോലി കിട്ടിയിരിക്കുന്നത് ലിങ്ക്ഡിൻ വഴിയാണ്. ലിങ്ക്ഡിൻ ഒരു വളരെ നല്ല സോഴ്സ് ആണ്. പക്ഷെ അതെങ്ങനെയാണ്, എനിക്കും ലിങ്ക്ഡിനിൽ ഒരു പേജ് ഉണ്ട്, പക്ഷെ വെറുതെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഇടുക എന്നല്ല, മറിച്ച് അതിൽ നമ്മൾ നമ്മുടെ തോട്ട്സും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത റിസർച്ച് പേപ്പേഴ്സും നമ്മുടെ ആക്ടിവിറ്റീസും ഏത് രീതിയിൽ നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യുന്നു, ഏത് രീതിയിൽ നമ്മൾ അതിൽ അഡ്വർടൈസ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും. സോ ഇൻക്രീസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതിന് ഇംഗ്ലീഷ് മസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു 5 പേരുണ്ട്, അതിൽ 3 പേർക്ക് ഇംഗ്ലീഷ് അറിയാം, 2 പേർക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇല്ല. ഓട്ടോമാറ്റിക്കലി മറ്റു 3 പേരുടെ വെയിറ്റേജ് കൂടും. കാരണം എന്താണ്, ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്നൊരു സ്കില്ല്, എന്നുള്ളൊരു ക്രൂഷ്യൽ സ്കിൽ അവരുടെ കയ്യിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എൻഹാൻസ്ഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എൻഹാൻസ്ഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻസ്. എന്താണ്, ഇപ്പോ ഇന്ന് നമ്മുടെ ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്, IT പാർക്കുകളിലെല്ലാം നമ്മുടെ ഈ ഇന്ത്യൻ കമ്പനീസ് എല്ലാം വർക്ക് ചെയ്യുന്നത് അധികവും അമേരിക്കൻ കമ്പനീസ് അല്ലെങ്കിൽ വെസ്റ്റേൺ കമ്പനീസിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്, അവർക്ക് ലേബർ പൈസ കുറവിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് കൊണ്ടാണ്. സോ എന്താണ്, ഒരു മീറ്റിംഗ്, അതായത് വെസ്റ്റേൺ കൺട്രീസിലുള്ള അവരുടെ സബോർഡിനേറ്റ്സുമായിട്ട്, അവരുടെ മറ്റു കൊലീഗ്സുമായിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ, ഒരു പ്രസന്റേഷൻ ചെയ്യണമെങ്കിലൊക്കെ ഇംഗ്ലീഷ് നെസസറി ആണ്. സോ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ മാത്രമാണ് വീണ്ടും ഈ സെന്റൻസ് നോക്കുക, ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി അലൗസ് പ്രൊഫഷണൽസ് ടു കൺവേ ഐഡിയാസ്, ആർട്ടിക്കുലേറ്റ് തോട്ട്സ് ആൻഡ് എൻഗേജ് ഇൻ മീനിങ്ഫുൾ ഡിസ്കഷൻസ്. കൺവേ ചെയ്യുക എന്നതും ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്നതും ഇവിടെ സെയിം മീനിങ് ആണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ നോക്കിയാൽ വേണമെങ്കിൽ സെന്റൻസ് ഇങ്ങനെ പറയായിരുന്നു, ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി അലൗസ് പ്രൊഫഷണൽസ് ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ്, കമ്മ്യൂണിക്കേറ്റ് തോട്ട്സ് ആൻഡ് എൻഗേജ് ഇൻ മീനിങ്ഫുൾ ഡിസ്കഷൻ. റിപ്പിറ്റേഷൻ, കമ്മ്യൂണിക്കേറ്റ് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്,
പക്ഷെ നോക്കി അതിനേക്കാൾ ഈ സെന്റൻസിന്റെ ഭംഗി കൂടിയില്ലേ? കൺവേ ചെയ്യുക നമ്മുടെ ഐഡിയാസ്. ആർട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന മീനിങ് ആണ് കേട്ടോ ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്നതിനുള്ളത്. ഓക്കെ. ആൻഡ് അതുപോലെ നമുക്ക് നമ്മളുടെ ഐഡിയാസ് പ്രസന്റ് ചെയ്യുക എന്നതിനേക്കാൾ പെർസ്വേഡ് ചെയ്യുക, മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ല ലാംഗ്വേജ് സ്കിൽസ് വേണം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഇസ് ആക്സസ് ടു നോളജ് ആൻഡ് റിസോഴ്സസ്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്സ് ആവട്ടെ, ഇന്നത്തെ കാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളിപ്പോ ഏത് കോഴ്സും ആയിക്കോട്ടെ, നിങ്ങൾ ഇവിടെ MBA ചെയ്യുന്നവരുണ്ടാവും, BBA ചെയ്യുന്നുണ്ടാവും, സോഷ്യോളജി ഉണ്ടാവും, സൈക്കോളജി ഉണ്ടാവാം. ജനറേഷൻസ് ആർ അഡ്വാൻസിങ്, അതായത് നമ്മൾ കൊല്ലം തോറും നമ്മളുടെ നോളേജ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോ സൈക്കോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 10 years ബാക്ക് കോവിഡ് എന്നൊരു രോഗമില്ല. പക്ഷെ എന്താണ്, കോവിഡ് എന്ന രോഗം ഇപ്പോൾ വന്നു. സോ ഡോക്ടേഴ്സ് അവരുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യണ്ടേ? അതുപോലെ നമ്മൾ മുമ്പ് ഗെയിമിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സംഗതി ഒരു 20 years ബാക്ക് ഇല്ല. പക്ഷെ ഇന്നതുണ്ട്. സോ എന്താണ്, ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആ ഒരു കാര്യത്തിൽ നോളജ് അപ്ഡേറ്റ് ചെയ്യണം. സോ ഇന്ന് നമ്മൾക്ക് നോളജ് റിസോഴ്സസ്, ഏറ്റവും റെലവെന്റ് ആയ നോളജ് റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്തിലാണ്? ഇംഗ്ലീഷിലാണ്. സോ പ്രൊഫഷ്യന്റ് ഇംഗ്ലീഷ് enables professionals to tap into this vast repository of information. Repository of information എന്ന് പറഞ്ഞാൽ റിസോഴ്സസ്, ആ ഒരു ബുക്സിലേക്ക്, റിസർച്ചസിലേക്ക്, ജേർണൽസിലേക്ക്, ആർട്ടിക്കിൾസിലേക്ക്, ഓക്കെ, ലേറ്റസ്റ്റ് ഇൻഡസ്ട്രി ട്രെൻഡ്സുമായിട്ട് അപ്ഡേറ്റ് ആയി നിൽക്കാൻ അതോടെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇസ് കരിയർ അഡ്വാൻസ്മെന്റ് ആൻഡ് മൊബിലിറ്റി. സെയിം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ്. IT ഫീൽഡ് എല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്നത് അമേരിക്കൻ ബേസ്ഡോ അല്ലെങ്കിൽ UK ബേസ്ഡ് ആയ ഏതെങ്കിലും കമ്പനിയിലേക്കാണ്. സോ നമ്മൾക്ക് ട്രാവലിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. മേ ബി അവിടെ എന്തെങ്കിലും ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനാവാം, എന്തെങ്കിലും വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനാവാം, അല്ലെങ്കിൽ എന്താണ് ജോബ് ട്രാൻസ്ഫർ, നമുക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണ്. അതനുസരിച്ച് നമ്മുടെ സാലറി പാക്കേജിലൊക്കെ വ്യത്യാസം വരും. സോ ജോബ് ട്രാൻസ്ഫേഴ്സ് കൺട്രി അബ്രോഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? യു റിയലി നീഡ് ടു നോ ഇംഗ്ലീഷ്. ഒരാളുണ്ട് അക്കൗണ്ടിങ്ങിൽ 10 year എക്സ്പീരിയൻസ്ഡ് ആണ്, മറ്റൊരാൾ അക്കൗണ്ടിങ്ങിൽ 2 year എക്സ്പീരിയൻസേ ഉള്ളൂ. ബട്ട് ഈ 2 year എക്സ്പീരിയൻസ്ഡ് ആൾക്ക് ലാംഗ്വേജ് സ്കിൽ ഉണ്ട്, മറ്റേയാൾക്കില്ല. സോ അവിടെ എന്തായി? ലാംഗ്വേജ് ഹാസ് എ ഗ്രേറ്റർ റോൾ. ഓക്കെ. ദെൻ ഫൈനലി പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഇത്രയേ ഉള്ളൂ. ഈ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടിച്ചേരുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റീനെ ഇംപ്രൂവ് ചെയ്യും. പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാവുമ്പോൾ നമ്മുടെ പ്രൊഫഷനെയും ഇംപ്രൂവ് ചെയ്യും. ബോത്ത് രണ്ടും ഇന്റർ ഡിപെൻഡന്റ് ആയി നിൽക്കുന്നതാണ്. സോ ഇവിടെ പറയുന്നത് എന്താണ്? ലാംഗ്വേജ് ലേണിംഗ് ഇസ് ആൻ എൻറിച്ചിങ് ജേർണി ദാറ്റ് ഗോസ് ബിയോണ്ട് പ്രൊഫഷണൽ ബെനിഫിറ്റ്സ്. ഒരിക്കലും ഒരു ലാംഗ്വേജ്, അത് ഇംഗ്ലീഷ് എന്നല്ല, ഏതൊരു ലാംഗ്വേജ് പഠിക്കുന്നതും കൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്താ, നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് മാത്രമല്ല, മറിച്ച് ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. കാരണം എന്താണ്, നമുക്ക് ഒരു പുതിയ ലാംഗ്വേജിൽ റീഡിങ്സ് ചെയ്യാൻ പറ്റും. അതിലൂടെ ആ ഒരു കൾച്ചർ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ച ഇംഗ്ലീഷ് ഫിലിംസ് കാണാൻ സാധിക്കും, ഇംഗ്ലീഷിലെ ബുക്സ് വായിക്കാൻ പറ്റും. ഭയങ്കര ഒരു ചേഞ്ച് തന്നെയാണ്. ഓക്കെ. സോ ഇത്തരത്തിലുള്ള റീസൺസ് ഒക്കെ കൊണ്ടാണ് എന്ത്, ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആവുന്നത്. സബ്സിഡറീസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രാഞ്ചസ് എന്ന മീനിങ് തന്നെയാണ്, അല്ലെങ്കിൽ റിലേറ്റഡ് ഓഫീസസ്. ഇപ്പൊ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ബിഗ് കമ്പനിക്ക് അണ്ടർ വേറെ കമ്പനീസ് ഉണ്ടാവില്ലേ? ഇപ്പൊ ടാറ്റ അല്ലെങ്കിൽ റിലയൻസിന് തന്നെ ജിയോ ഉണ്ട്, അജിയോ ഉണ്ട്. ലൈക് ഒരു ബിഗ് കമ്പനിക്ക് അടിയിൽ ഒരുപാട് കമ്പനീസ് ഉണ്ടാവില്ലേ? അതാണ് കേട്ടോ ബ്രാഞ്ചസ് ഓർ സബ്സിഡറീസ് എന്ന് പറയും. ലെസ് ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ. ഓക്കെ. സോ വിത്ത് ദാറ്റ്, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് കൂടുതൽ വേർഡ്സ് കിട്ടാനും, ഈ ഒരു സെന്റൻസ് ഫ്രെയിമിംഗ് കണ്ടില്ലേ, നമ്മൾ യൂഷ്വലി ക്ലാസ്സിൽ ഫ്രെയിം ചെയ്യുന്ന സെന്റൻസിൽ നിന്ന് ഡിഫറെന്റ് അല്ലേ ഈ സെന്റൻസുകൾ. ഇപ്പൊ ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ. ഇംപ്രൂവിംഗ് യുവർ പ്രൊഫഷണൽ ഇംഗ്ലീഷ് എക്സ്പാൻഡ്സ് യുവർ ഹൊറൈസൺസ്, ബ്രോഡൻസ് യുവർ പെർസ്പെക്ടീവ് ആൻഡ് എക്സ്പോസസ് യു ടു ഡൈവേഴ്സ് കൾച്ചർ. എക്സ്പാൻഡ്, നമ്മുടെ തോട്ട്, നമ്മുടെ ഹൊറൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ചുറ്റുപാട്, നമ്മളുടെ അറിവുകളെ എക്സ്പാൻഡ് ചെയ്യുക. പേഴ്സ്പെക്റ്റീവ്, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ ബ്രോഡൻ, വലുതാക്കുക. എക്സ്പാൻഡ് ചെയ്യുക, ബ്രോഡൻ ചെയ്യുക, സെയിം മീനിങ് ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ. സോ സിനോണിംസ് നോട്ട് ചെയ്യുക. എക്സ്പാൻഡ്, ബ്രോഡൻ, സെയിം മീനിങ് ആണ്. ഇവിടെ ഒരുപാട് സിനോണിംസ് ഉണ്ട് കേട്ടോ ഇതുപോലെ. ഓക്കെ, ഫൈൻ. വിത്ത് ദാറ്റ് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് ക്വിക്ക് ആയിട്ട് വായിക്കാം.
നമ്മൾക്ക് ഓക്കെ ഇംഗ്ലീഷ് പഠിച്ചു. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ നമ്മളൊരു പ്രൊഫഷണലിസം എങ്ങനെ കീപ്പപ്പ് ചെയ്യും? ഇപ്പോ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മുടെ പാരന്റ്സോ മക്കളോ ആയിട്ടോ സംസാരിക്കുന്ന പോലെയല്ല നമ്മളൊരു പ്രൊഫഷണൽ സ്പേസിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ. സോ ഹൗ ടു മെയിൻറ്റെയിൻ പ്രൊഫഷണലിസം ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്? ഇപ്പൊ നമ്മൾ മലയാളത്തിൽ തന്നെ ആവട്ടെ, നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെയാണോ നമ്മുടെ ജോലി സ്ഥലത്ത് സംസാരിക്കുന്നത്? അല്ല. സോ അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും. ഇംഗ്ലീഷിൽ അത് എടുത്തു പറയുന്നത് എന്താണ്? മലയാളം നമ്മുടെ മദർ ടങ് ആണ്. നമ്മൾക്ക് അതിന്റെ ഇന്നീറ്റ് നോളജ് ഉണ്ട്. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ബട്ട് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്ന നമ്മുടെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. പ്രൊഫഷണൽ ലാംഗ്വേജ് എന്താണ്? ദാറ്റ് ഈസ് ഫോർമൽ ലാംഗ്വേജ്, ഇൻഫോർമൽ ലാംഗ്വേജ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ. സോ ഫോർമാലിറ്റി. സോ പ്രൊഫഷണൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഫോർമൽ ആയി. ഓക്കെ, അതെങ്ങനെയൊക്കെയാണ് ഫോർമൽ ആവുക? അവോയ്ഡ് ഇൻഅപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്. ഒരിക്കലും നിങ്ങൾ പ്രൊഫഷണൽ സ്പേസിൽ ഒരിക്കലും ഗോസിപ്പ് ചെയ്യുക, സ്വെയറിംഗ് ആൻഡ് നിങ്ങളുടെ കൊളോക്കിയൽ സ്ലാങ്സ് യൂസ് ചെയ്യരുത്. സ്വെയറിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ, നീ ഒരിക്കലും ഗുണം പിടിക്കില്ല അല്ലെങ്കിൽ ആണയിട്ട് പറയുന്നു എന്നൊക്കെ പറയില്ല, അതിനാണ് ഈ സ്വെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ജോബ് സ്പേസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു പ്രൊഫഷണലിസം കീപ്പപ്പ് ചെയ്യുക. ദാറ്റ് ഇസ് നിങ്ങളുടെ വർക്ക് സ്പേസിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവാം, പക്ഷെ ആ ജോബ് സ്പേസിൽ ഇരുന്ന് നിങ്ങൾ ആരെക്കുറിച്ചും ഗോസിപ്പ് ചെയ്യുകയോ സ്വെയർ ചെയ്യുക, സ്ലാങ്സ് യൂസ് ചെയ്യുക എന്നുള്ളതൊന്നും ആ ഒരു ഇൻസൈഡ് ഓഫീസ് നടക്കരുത്. അതിപ്പോ നിങ്ങളുടെ ബ്രദർ സിസ്റ്റേഴ്സ് സെയിം അല്ലെങ്കിൽ സിസ്റ്റർ സെയിം ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ ദാറ്റ് ഇസ് നോട്ട് യുവർ ഫാമിലി സ്പേസ്, ദാറ്റ് ഇസ് നോട്ട് യുവർ ഫ്രണ്ട്ഷിപ്പ് സ്പേസ്, ദാറ്റ് ഇസ് നോട്ട് യുവർ റിലാക്സേഷൻ സ്പേസ്. അത് നിങ്ങളുടെ വർക്ക് സ്പേസ് ആണ്. സോ ആ ഒരു പ്രൊഫഷണലിസം അവിടെ കീപ്പപ്പ് ചെയ്യുക. ഓക്കെ, ബിയോണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും അധികം. താങ്ക് യു ഷെഹ്ന. ഷെഹ്ന അത് അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട് അനീഷയ്ക്ക് വേണ്ടിയിട്ട്. താങ്ക് യു. ഞാൻ ഇങ്ങനത്തെ പിയർ ലേണിംഗ് ചാറ്റ് ബോക്സിൽ ഇങ്ങനത്തെ പിയർ ലേണിംഗ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ. എല്ലാത്തിനും എന്റെ അടുത്ത് തന്നെ ചോദിക്കണം എന്നില്ല. നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ മറ്റുള്ളവര് ആൻസേഴ്സ് അറിയുന്നുണ്ടെങ്കിൽ യു ക്യാൻ സപ്പോർട്ട് ഈച്ച് അതർ. ഓക്കെ, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. യാ, ബിയോണ്ട് എന്നതിനേക്കാൾ ബിയോണ്ട് എന്ന വേർഡിന്റെ മീനിങ് അതിനപ്പുറം എന്നാണ് കേട്ടോ. ഓക്കെ, ബിയോണ്ട് മീൻസ് സംതിങ് മോർ ദാൻ ആർ നോളജ്. നമ്മുടെ അറിവിനേക്കാൾ വലുതെന്നില്ല. ബിയോണ്ട് എന്ന വേർഡിന്റെ മീനിങ് അതിനപ്പുറം. ബിയോണ്ട് യുവർ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ അപ്പുറം എന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക്. പ്രൊഫഷണലിസം കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഇൻഅപ്രോപ്രിയേറ്റ് ലാംഗ്വേജസ് ഒഴിവാക്കുക. യൂസ് ഫോർമൽ ആൻഡ് പൊളൈറ്റ് ലാംഗ്വേജ്. ദെൻ ബി മൈൻഡ്ഫുൾ ഓഫ് യുവർ ടോൺ. അതായത് ദേഷ്യം, ചിലരുടെ ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിൽ ആങ്കർ അല്ലെങ്കിൽ അവർ പറയുന്ന ട്യൂൺ ഇത്തിരി ഹൈ ആയിരിക്കും എപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് അല്ലെങ്കിൽ കുറച്ചൊരു ഹൈ ട്യൂൺ ആയിരിക്കും. സോ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മാനേജറോട് സംസാരിക്കുന്ന ട്യൂണിലായിരിക്കില്ല നമ്മുടെ കൊലീഗ്സിന്റെ അടുത്ത് സംസാരിക്കുക. കൊലീഗ്സിന്റെ അടുത്ത് സംസാരിക്കുന്ന ട്യൂണിലാവില്ല നമ്മൾ നമ്മളുടെ മറ്റ് ഹയർ അതോറിറ്റീസിനോടോ അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള സബോർഡിനേറ്റ്സിനോടോ സംസാരിക്കുന്നത്. ഓക്കെ, സോ ആരോടാണ് സംസാരിക്കുന്നത് എന്നനുസരിച്ച് പ്രൊഫഷണൽ സ്പേസിൽ ടോൺ ശ്രദ്ധിക്കുക. ആൻഡ് ആരോടായാലും റെസ്പെക്ട്ഫുൾ ആയിരിക്കുക. നമ്മൾ ഒരു വലിയ പൊസിഷനിലാണ് ഡസൻ മീൻ ദാറ്റ് നമ്മുടെ ലോവർ സബോർഡിനേറ്റ്സിനെ റെസ്പെക്ട് ചെയ്യണ്ട എന്നില്ല. ഓക്കെ, ദെൻ ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഒരാൾ ഡെഡ് ലൈൻ മീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആളെ വിളിച്ചത് ചോദിക്കുക എന്നതാണ് റൈറ്റ് വേ, റാദർ ദാൻ അയാളെ ബ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ നേരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ. സോ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓരോരുത്തരും ഒരു വർക്ക് സ്പേസിൽ എല്ലാവരും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്താൽ അത് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വർക്ക് സ്പേസ് ആയി മാറും. ദെൻ ബി അക്കൗണ്ടബിൾ. ദാറ്റ് ഇസ് ആരെങ്കിലും വന്ന് എന്തെങ്കിലും നിങ്ങളുടെ ഏൽപ്പിച്ച കാര്യമാണ് അതിന് അക്കൗണ്ടബിൾ ആയിട്ട് പറയുക. ദാറ്റ് ഇസ് നിങ്ങളൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ചെയ്യുക. ആൻഡ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറയുക. റെസ്പോൺസിബിൾ ആയിരിക്കുക. അതിനെയാണ് ബി അക്കൗണ്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റെസ്പോണ്ട് ഇൻ എ ടൈംലി വേ. ചൂസ് യുവർ വേർഡ്സ് കെയർഫുള്ളി. പ്രൊഫഷണൽ സ്പേസ് ആണ്, പ്രൊഫഷണൽ വേർഡ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മള് ഡിക്ഷണറിയിൽ ഇല്ലാത്ത എന്താ പറയാ, അല്ലെങ്കിൽ ഐ മീൻ ഔട്ട് ഓഫ് ഡിക്ഷണറി ഇൻ ദ സെൻസ് അത്ര പ്രൊഫഷണൽ അല്ലാത്ത വേർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ. പക്ഷെ ഒരു പ്രൊഫഷണൽ സ്പേസിൽ നമ്മളൊരു ഫോർമൽ മീറ്റിംഗ് ആവട്ടെ, കോൺഫറൻസ് ആവട്ടെ, നമ്മളൊരു പ്രൊഫഷണൽ സ്പേസിൽ നമ്മളുടെ ആ ഒരു സ്ലാങ് യൂസ് ചെയ്ത് ശീലിച്ചാൽ പെട്ടെന്നൊരു മീറ്റിംഗോ കോൺഫറൻസോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ, നമ്മളുടെ ബിസിനസ്സിൽ ഒരിക്കൽ ഒരു പാർട്ട്ണർ സംസാരിക്കാൻ വരികയാണ്, പുതിയ ഒരാളാണ്, നമ്മൾ അറിയാതെ ആ ഒരു കൊളോക്കിയൽ സ്ലാങ് തന്നെ വന്നു. ഈ സമയം വളരെ പ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്യുന്നതും ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ ജസ്റ്റ് ഫ്യൂ ടിപ്സ് ഇവിടെ പറഞ്ഞതാണ്. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഇസ് വർക്ക് പ്ലേസ് കമ്മ്യൂണിക്കേഷൻ സിനാരിയോസ് ആൻഡ് റോൾ പ്ലേസ്.
ജസ്റ്റ് ഒരു കോമൺ വർക്ക് സ്പേസിൽ നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നടന്നിട്ടുണ്ടാവുന്ന ഇനിയും ഒരു കോമൺ റോൾ പ്ലേ, ഓക്കെ, കോമൺ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കണം സംസാരിക്കേണ്ടത് എന്നുള്ളൊരു മോഡലാണ്. ഐ നീഡ് 2 people. ആരാണ് വോളണ്ടറി ആയിട്ട് വരിക? രണ്ടുപേര് ജസ്റ്റ് ഒന്ന് ഹാൻഡ്സ് റേസ് ചെയ്താൽ മതി, ഞാൻ മൈക്ക് കൺവെർട്ട് ചെയ്ത് തരാം. രണ്ടുപേര്, ഇവിടെ രണ്ടുപേരാണ് അലക്സ് ടൈലർ. എനിക്കൊരു അലക്സിനെയും വേണം, ഒരു ടൈലറിനെയും വേണം. സോ ഇതിൽ ഒരാൾ അലക്സ് ആവുക, ഒരാളെ ടൈലർ ആവുക. ഹൂ ഇസ് അലക്സ് ആൻഡ് ഹൂ ഇസ് ടൈലർ? നിങ്ങൾ തമ്മിൽ ചൂസ് ചെയ്തോളൂ. Ma'am, I'll be Alex. Okay. So Hafiz, you are Taylor. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊരു മാനേജർ എംപ്ലോയി റോൾ പ്ലേ ആണ്. ആൻഡ് ടേക്ക് കെയർ, അലക്സ് ആണ് ഇവിടെ മാനേജർ. ഓക്കെ, സോ ഐ തിങ്ക് സ്വപ്ന ഇസ് ദ മാനേജർ അല്ലേ? Yes, ma'am. So I just have to read this. You just have to read this. പക്ഷേ നിങ്ങൾ ആ ഒരു ട്യൂണിൽ, അതായത് ഇതേ, I just show an example. എനിക്ക് ഇതേ കൺവെർസേഷൻ ഇങ്ങനെ വായിക്കാം. Good morning, Taylor. Have a seat. How are you today? Good morning, sir. I'm doing well. Thank you. Okay, ma'am. Okay, ma'am. I got it. Good morning, Taylor. Have a seat. How are you today? കൺവെർസേഷണൽ ട്യൂണിൽ വായിക്കുക. സോ എനിക്ക് വേണ്ടത് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൺവെർസേഷണൽ ടോൺ യൂസ് ചെയ്യുക. ടോൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇത്രയും വലിയൊരു കുറച്ച് വലുപ്പമുള്ള ഒരു റോൾ പ്ലേ കൊടുത്തിരിക്കുന്നതും രണ്ടുപേരെ വിളിച്ചത് വായിപ്പിക്കുന്നതും. പൊതുവേ ഞാൻ ചെയ്യാറ് എന്താണ്, ഒരു സിറ്റുവേഷൻ തന്നിട്ട് നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാനല്ലേ പറയാറ്. അത് സെന്റൻസ് ക്രിയേഷനും വൊക്കാബുലറി ബിൽഡിങ്ങിനും ആണ്. ഇവിടെ ടോൺ ശ്രദ്ധിക്കുക. ഓക്കെ. Okay, Alex and Taylor, you can start. Okay, ma'am. I'll try my best. Please pardon me if there is any mistakes. Totally fine. Let me start, ma'am. Yes, sure, you can. Good morning, Taylor. Sorry. Good morning, Taylor. Have a seat. How are you today? Good morning, sir. I'm doing well. Thank you. How about you? I'm good, thanks. Let's get straight to the point. I wanted to discuss your recent performance. Overall, you have been doing a great job on your projects. Your attention to detail and the quality of your work have not gone unnoticed. Thank you, sir. However, I have noticed that you have been missing a few deadlines recently. Is everything okay? Or is there something you'd like to share? I appreciate your understanding. I have dealing with a personal matter lately, and it has affected my focus. I am working on finding a better balance. Oh, I understand that life outside of work can impact performance. I appreciate your honesty. Let me know if there is anything I can do to support you during this time. Thank you so much, Hafiz and Swapna. Thank you so much. Both of them deserve a big clap. Thank you, ma'am. Thank you. Okay, thank you. Okay. So ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രണ്ടുപേരും വളരെ അടിപൊളിയായിട്ട് ചെയ്തു. ഇറ്റ് വാസ് നൈസ്. ഒരു കാര്യം, ഇവിടെ ഇപ്പൊ ഞാൻ കം ടു ദ അലക്സിന്റെ സെക്കൻഡ് ഡയലോഗിലേക്ക് വരിക. അതില് ഓവറോൾ യു ബീൻ, അത് യു ഹാവിന്റെ ഷോർട്ട് ആണ് യു ബീൻ. ഓക്കെ, നമ്മളൊരു ഇംഗ്ലീഷിൽ എക്സ്പേർട്ട് ആയ ഒരാൾ എപ്പോഴും യു ബീൻ എന്നാണ് പറയുക. യു ഹാവ് ബീൻ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, യു ബീൻ, അതായത് ബോത്ത് ഹാവ് സെയിം മീനിങ്, രണ്ടിലും ഒരു തെറ്റും ഇല്ല. യു ഹാവ് ബീൻ എന്ന് പറയുന്നതും യു ബീൻ എന്ന് പറയുന്നതും ഈക്വലി സെയിം ആണ്. ഇറ്റ്സ് ഈക്വൽ. ഓക്കെ, പക്ഷെ എവിടെയാണ് ഡിഫറൻസ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ മലയാളത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ അത് ഞാൻ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, അങ്ങനെ നമ്മൾ കോമൺ എന്താണ്, മലയാളത്തിൽ എക്സ്പേർട്ട് ആയ ഒരാൾ എങ്ങനെയാ പറയാ, അത് ഞാൻ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, അങ്ങനെയല്ലേ? അത് ഞാൻ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, അങ്ങനെയല്ലല്ലോ. സോ അത്രയേ ഉള്ളൂ. ഇവിടെ യു ഹാവ് ബീൻ എന്ന് പറയുന്നതും യു ബീൻ എന്ന് പറയുന്നതും നമ്മൾ കുറച്ചും കൂടി ലാംഗ്വേജിൽ എന്താണ് പ്രോ ആണ് എന്ന് കാണിക്കും. ഓക്കെ, നമ്മൾ കുറച്ചും കൂടെ പ്രൊഫഷ്യന്റ് ആണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്പേർട്ട് ഉണ്ട് എന്ന് നമ്മൾ യു ബീൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഷോസ്. അത് വളരെ മൈന്യൂട്ട് ആണെങ്കിൽ പോലും അത് നമ്മുടെ ലാംഗ്വേജിന്റെ ആ ഒരു ഭംഗിനെ കൂട്ടുന്നുണ്ട്. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരോടും കൂടെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. However, I've noticed, I have noticed എന്നേക്കാൾ I've noticed. And also you apostrophe D കണ്ടോ അലക്സിന്റെ തേർഡ് ഡയലോഗിൽ you would ന്റെ ഷോർട്ട് ആണ് കേട്ടോ. You would. Is there something you would like to share എന്ന് ചോദിക്കുന്നതിന്റെ ഷോർട്ട് ആണ് you'd like to share. You would.
You എന്ന് പറഞ്ഞാൽ you have, you apostrophe d എന്ന് പറഞ്ഞാൽ വുഡിന്റെ ഷോർട്ട് ആണ് കേട്ടോ. Is there something you'd like to share? Okay. And ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സെന്റൻസ്, കം ബാക്ക് ടു അലക്സിന്റെ സെക്കൻഡ് ഡയലോഗ്. അതിലെ ലാസ്റ്റ് സെന്റൻസ്, your attention to detail and the quality of your work have not gone unnoticed. അതായത് നീ ചെയ്ത നിന്റെ വർക്കും കാര്യങ്ങളൊന്നും അൺനോട്ടിസ്ഡ് ആയിട്ട് ശ്രദ്ധിക്കപ്പെടാതെ ഇരുന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതേ സെന്റൻസ് ഇങ്ങനെ പറയാറുണ്ട്, യുവർ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആൻഡ് ക്വാളിറ്റി ഓഫ് യുവർ വർക്ക് വാസ് നോട്ടിസ്ഡ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഡബിൾ നെഗറ്റീവ് മെത്തേഡ് എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഇസ് ഹാവ് നോട്ട് ഗോൺ അൺനോട്ടിസ്ഡ്. രണ്ട് നോട്ട് വന്നു. നോട്ട് എന്ന് പറഞ്ഞാൽ ഹാവ് നോട്ട് ഗോൺ, അതും നെഗറ്റീവ് ആണ്. അൺനോട്ടിസ്ഡ് നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നെഗറ്റീവ്. ഐ ഹാവ് നോട്ട് ഗോൺ എന്നത് നെഗറ്റീവ് ആണ്. ഐ ഹാവ് നോട്ട് ഈറ്റൺ എന്നത് നെഗറ്റീവ് ആണ്. ഐ ഹാവ് നോട്ട് റെഡ് എന്നത് നെഗറ്റീവ് ആണ്. സോ നോട്ട് ഗോൺ എന്നതൊരു നെഗറ്റീവ് പ്രയോഗമാണ്. അൺനോട്ടിസ്ഡ് എന്നതും ഒരു നെഗറ്റീവ് പ്രയോഗമാണ്. നോട്ടിസ്ഡ് എന്നതാണ് പോസിറ്റീവ് പ്രയോഗം. അൺസാറ്റിസ്ഫൈഡ് നെഗറ്റീവ് ആണ്. അൺഹാപ്പി നെഗറ്റീവ് ആണ്. സോ ഇവിടെ രണ്ട് നെഗറ്റീവ് വരുമ്പോൾ അത് പോസിറ്റീവ് ആക്കുകയാണ് ചെയ്യുക. ഓക്കെ, യുവർ വർക്ക് ഹാവ് നോട്ട് ഗോൺ അൺനോട്ടിസ്ഡ് എന്നതിന്റെ മീനിങ് എന്താണ്, വർക്ക് നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ എന്താണ്, ഒരു പക്ഷെ ഇത് കൺവെർസേഷനിൽ യൂസ് ചെയ്യുക. എഴുതുമ്പോൾ നിങ്ങൾ റൈറ്റ് ചെയ്യുമ്പോൾ റൈറ്റിംഗ് സ്കിൽസിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. അത് കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷെ നമ്മുടെ കൺവെർസേഷനിൽ ഇത്തരത്തിലുള്ള യൂസേജ് നന്നാവും. ഓക്കെ, ഹോപ്പ് യു ഓൾ ഗോട്ട് ഇറ്റ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായവർ തംസ് അപ്പോ യെസോ പറയുക, ഇല്ലാത്തവർ നോ പറയുകയോ തംസ് ഡൗൺ കാണിക്കുകയോ ലെറ്റ് മീ നോ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഒരാളെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അതൊന്നും എന്നെ അറിയിക്കണേ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ചെറിയ ആക്ടിവിറ്റി ആണ്. ഇപ്പൊ 8:36 ആയി. 8:40 വരെ ഞാൻ ടൈം തരാം. ക്രിയേറ്റ് എ റോൾ പ്ലേ between an unsatisfied customer and customer support department employee. കസ്റ്റമർ സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ കസ്റ്റമർ കെയറിൽ വിളിച്ച് നമ്മൾ നമ്മുടെ എന്താണ് പ്രോഡക്റ്റ് ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയി ശരിയായില്ലേ എന്നൊക്കെ പറയില്ലേ. ഓക്കെ, സോ ഒരു അൺസാറ്റിസ്ഫൈഡ്, അതായത് ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അതിൽ തൃപ്തിപ്പെടാത്ത ഒരു കസ്റ്റമർ അല്ലെങ്കിൽ അൺഹാപ്പി ആയ ഒരു കസ്റ്റമറും ഒരു കസ്റ്റമർ സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയിയും തമ്മിലുള്ള ഒരു കൺവെർസേഷൻ. ഓക്കെ, ഇറ്റ്സ് 8:36. 8:40 വരെ നിങ്ങൾക്ക് ടൈം തരാം. ഒരു 6 ഡയലോഗ്സ്, അതായത് രണ്ടുപേരുടെയും കൂടെ ഒരു 6 ഡയലോഗ്സ് മതി. 3 ഫ്രം അൺസാറ്റിസ്ഫൈഡ് കസ്റ്റമർ സൈഡ് ആൻഡ് ദി അതർ 3 ഫ്രം, അല്ലെങ്കിൽ ഒരു 4, രണ്ടും കൂടെ 4 ഡയലോഗ്സ് മതി. അൺസാറ്റിസ്ഫൈഡ് കസ്റ്റമറിന്റെ 2 ഡയലോഗ്, കസ്റ്റമർ സപ്പോർട്ട് എംപ്ലോയിയുടെ 2 ഡയലോഗ്. 4 ഡയലോഗ്സ് ടോട്ടൽ. കസ്റ്റമർ സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയിയുടെ ലാംഗ്വേജിൽ ആ ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ അൺസാറ്റിസ്ഫൈഡ് കസ്റ്റമർ എത്ര റൂഡ് ആയാലും ആ ഒരു കാംനെസ്സും റെസ്പെക്റ്റും കീപ്പപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 4 ഡയലോഗ്സ് മതി. ബട്ട് സെന്റൻസസ് ഇത്തിരി ലോങ് ആക്കാൻ നോക്കുക. പുതിയ സിനോണിംസ് യൂസ് ചെയ്യുക. പുതിയ വൊക്കാബുലറി ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ആൻഡ് ആരും ഗൂഗിൾ നിർത്തുന്ന ഒന്നും വരണ്ട കേട്ടോ. ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് ഇന്ന് ജോയിൻ ചെയ്ത് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അത് ഇത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ബാക്കിയുള്ളവരെ എങ്ങനെയാണ് ഇടുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇന്ന്. ഓക്കെ, ആൻഡ് പ്രീവിയസ് ക്ലാസ്സസ് യൂട്യൂബിൽ വാച്ച് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും വരിക. ഐ മീൻ 17 ക്ലാസ്സസ് വാച്ച് ചെയ്യൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സോ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു 4-5 സെഷൻസ് എന്തായാലും വാച്ച് ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് വളരെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് ഓരോ ക്ലാസ്സും ഓരോ ടോപ്പിക് ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് അറിയാത്ത ടോപ്പിക്സിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, സ്വപ്ന ജേസൺസ് മെസ്സേജസ് ഹിയർ. ഗുഡ് മോർണിംഗ് സർ, ഹൗ മേ ഐ ഹെൽപ്പ് യു? I bought a ceiling fan. Ceiling fan ന്റെ സ്പെല്ലിംഗ് ഈ സീലിയ എന്ന് ഇതിന്റെ ഈ SEAL എന്നത് സീല് വെക്കുക. നമ്മൾ എന്തെങ്കിലും ഡോർ അടച്ച് സീല് വെച്ചു അല്ലെങ്കിൽ സീൽ, ആ സീലാണ് SEAL. സീലിംഗ് ഫാനിന്റെ CEILING ആണ് കേട്ടോ, സീലിംഗ്. ഓക്കെ, പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, ബട്ട് സ്പെല്ലിംഗ് ഡിഫറെന്റ് ആണ്, മീനിങ് മാറും. ഓക്കെ, ശ്രദ്ധിക്കണം. സീലിംഗ് ഫാൻ ഫ്രം your company and now it makes a lot of sound that we cannot sleep while it is on. Set a mechanic at the earliest and make it
മേക്ക് ഇറ്റ് ഓക്കെ എന്നല്ല പറയാ. അതിന് മുമ്പ് ഫസ്റ്റ് ഇങ്ങനെ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ ഫസ്റ്റ് പറയേണ്ടത് എന്താണ്? സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് എന്നായിരിക്കണം നമ്മുടെ ഫസ്റ്റ് ഡയലോഗ്. അതായത് അവർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ നമ്മൾ ആദ്യം അപ്പോളജൈസ് ചെയ്യുക, ആ ഒരു ബുദ്ധിമുട്ടിനെ അഡ്രസ് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് കറക്റ്റ്. ബട്ട് എന്താണ് മിസ്സിംഗ് ആയിട്ടത്? ഫസ്റ്റ് വേണ്ടത് സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് കോസ്റ്റ്. നിങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിന് സോറി പറയുന്നു, അല്ലെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഐ എം സോറി ദാറ്റ് യു ഹാഡ് ടു ഫേസ് ദിസ് ഡിഫിക്കൽട്ടി. നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയുക. എന്നിട്ട് പറയുക സർ വി വിൽ സെൻഡ് എ മെക്കാനിക് അറ്റ് ദ ഏർലിയസ്റ്റ് ടു റിപ്പയർ ഇറ്റ്, ടു മേക്ക് ഇറ്റ് ഓക്കെ എന്നത് നമ്മളുടെ ഒരു കോമൺ, വളരെ ഇൻഫോർമൽ ആയ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ എന്താണ് ഓക്കെ എന്ന വേർഡിന് ശരിക്കും ഒരു മീനിങ് ഇല്ല. നമ്മൾ ഓക്കെ, അത് നമ്മളുടെ ഒരു സ്ലാങ് എന്ന് വന്നതാണ്. സോ എന്താണ് ഓക്കെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോർമൽ ലാംഗ്വേജിൽ എന്താണ് അറ്റ് ദ ഏർലിയസ്റ്റ് for repairing it എന്ന് പറയുക. So the customer is telling no, I want a replacement ആണ് ട്ടോ, and replacement അല്ല. and യൂസ് ചെയ്യുക എവിടെയാണ്? a e i o u vowels വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ മുമ്പിൽ മാത്രമാണ് നമ്മൾ and യൂസ് ചെയ്യുക, അല്ലാത്തടത്ത് a ആണ്. I want a replacement, that is a new fan. I don't want to compromise on quality. Very good, Swapna, that's a very good try, very good. Next is Arfad. Customer, good day. I got your parcel yesterday, but I'm not satisfied with that. Customer, good day, sir. I would like to know that what's your problem. I would like to know that in the venda. I would, but am not, but I am not. I avada varanto, but I am not satisfied with that in the with the product in the varaiga. I would like to know what is your problem. Okay, I would like to know that avashim avadilla. So customer is telling I got pistachio without proper sealing. അല്ലെങ്കിൽ the packet of pistachio I purchased was not sealed എന്ന് പറയുക. So the customer support is telling, sorry sir, that's maybe happened with packing. Okay, അപ്പൊ that's maybe happened with packing എന്നത് എന്താണ്? കറക്റ്റ് ഒരു സെന്റൻസിൽ തെറ്റുണ്ട്. ഓക്കെ, പറഞ്ഞത് തെറ്റുന്നില്ല, സെന്റൻസിൽ മിസ്റ്റേക്ക് ഉണ്ട്. സോ യു ക്യാൻ സേ സോറി സർ, ദാറ്റ്സ് മേ ബി ഹാപ്പൻഡ് വിത്ത് പാക്കിംഗ് ടീം. നമ്മൾ അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയാൻ പാടില്ല. അതായത് നമ്മൾ കസ്റ്റമർ സർവീസ് ടീമാണ്, അപ്പോൾ അത് പാക്കിംഗ് ടീമിന്റെ തലയിലേക്ക് നമ്മൾ അങ്ങനെ ഒരു ഇത് ഇടാൻ പാടില്ല. ഓക്കെ, സോറി സർ, ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. I will look into it. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ നോക്കാം. I will look into it and I will replace your order at the earliest, അല്ലെങ്കിൽ as soon as possible. Okay, നമ്മൾ ഒരിക്കലും അത് ആരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായാൽ ചിലപ്പോൾ എന്താണ് ഡെലിവറി ടീമിന്റെ നിന്ന് സംഭവിച്ചാവും. അപ്പൊ ഒരിക്കലും നമ്മുടെ ടീമിന്റെ മറ്റൊരാളുടെ തല, അത് എന്റെ നിന്നല്ല അവന്റെ നിന്ന് സംഭവിച്ചതാവും എന്നുള്ളൊരു രീതിയിൽ ഒരിക്കലും നമ്മുടെ എന്താണ് കമ്പനിയിൽ തന്നെയുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ തലയിലേക്കും അതിന്റെ ഒരു ബ്ലെയിം നമ്മൾ ഇടാൻ പാടില്ല. ഓക്കെ, സ്വപ്ന CEA അല്ലടാ, CEILING ആണ് കേട്ടോ. സീലിംഗ് ഇങ്ങനെ തന്നെയല്ലേ? ലെറ്റ് മീ ജസ്റ്റ് കൺഫേം. യെസ്, CEILING ആണ് കേട്ടോ സീലിംഗ് ഫാന്റെ സ്പെല്ലിംഗ്. Then mini unsatisfied. Sir, I have product and I noticed that the call accounting. Okay, I will inform it to the company manager. Okay, a good try, Mini. But okay. Hi, good morning. I bought one refrigerator from your store and it became defective now. But many times I tried to contact your store but couldn't. Anyway, please send one from your side to settle the matter. Okay, the സംഭവം കൺവീഡ് ആണ്, but ഇതിലെ കുറച്ച് മിസ്റ്റേക്സ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാം. Hi, good morning. I bought one refrigerator. One refrigerator is fine. A refrigerator ആയിരിക്കും better. I bought a refrigerator from your store and it became defective now എന്ന് പറയണ്ട. And it is defective എന്ന് പറഞ്ഞാൽ മതി. And it is defective അല്ലെങ്കിൽ and it is not working now. It became defective എന്ന യൂസേജ് വേണ്ട. നമ്മൾ ബട്ട് മെനി ടൈംസ്, അവിടെ ബട്ടിന്റെ ആവശ്യം എന്താണ്? പക്ഷേ ഞാൻ നിങ്ങളെ പക്ഷിയുടെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, ബട്ട് എന്നതിന്റെ മീനിങ് പക്ഷിയാണ്, പക്ഷിയുടെ ആവശ്യം അവിടെ ഇല്ല. സോ മെനി ടൈംസ് ഐ ട്രൈ ടു കോൺടാക്ട് യുവർ സ്റ്റോർ ബട്ട് ഐ കുഡന്റ്, അല്ലെങ്കിൽ ബട്ട്
ബട്ട് ഐ കുഡൻ. അത് ഓക്കെയാണ്. ഞാൻ നിങ്ങൾ ഒരുപാട് തവണ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ആ സ്റ്റാർട്ടിംഗ് പക്ഷയുടെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ബട്ട് ഐ കുഡൻ. എനിവേ പ്ലീസ് സെൻഡ് വൺ. പ്ലീസ് സെൻഡ് വൺ. എന്ത് വൺ? ആരെയാണ് വിടേണ്ടത്? സോ ടെൽ ദാറ്റ് പ്ലീസ് സെൻഡ് someone, അല്ലെങ്കിൽ please send an employee from your side to settle the matter. Okay, very good, Trimon. Very good. Sujata, the customer, I experienced very bad from your side when pointing to the damage of the machine. I experienced very bad. Very bad. എന്താണ് experience ചെയ്തത്? Employee, sorry for the delay, please. We have already sent the mechanic to your shop. I experienced very bad from your side when pointing to the damage of the machine. എനിക്ക് സുജാതയുടെ ആ ഒരു ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായിട്ടില്ല. ഐ എക്സ്പീരിയൻസ് വെരി ബാഡ് ഫ്രം യുവർ സൈഡ് വെൻ പോയിന്റിംഗ് ടു ദ ഡാമേജ് ഓഫ് ദ മെഷീൻ. അതായത് മെഷീന്റെ ഡാമേജ് പറഞ്ഞപ്പോഴും നിങ്ങളുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ സുജാത ഉദ്ദേശിച്ചത്? നെക്സ്റ്റ് സന്തോഷ്, കസ്റ്റമർ എന്താണ് പറഞ്ഞത്? ഹലോ, റീസെന്റ് ഐ ഹാഡ് പർച്ചേസ്ഡ് എ ഗ്രൈൻഡർ. ഓക്കെ, ആർ യു ഹാവിംഗ് എനി ഇഷ്യൂസ്? ഓക്കെ, അപ്പോ ഒരു കസ്റ്റമർ വിളിക്കുമ്പോൾ ഒരിക്കലും കസ്റ്റമർ സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ആള് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കരുത്. അത് അപ്പൊ കസ്റ്റമർ എന്താ വിചാരിക്കുക, എപ്പോഴും പ്രശ്നമുള്ളവരാണ് വിളിക്കുന്നതെന്നല്ലേ. ഓക്കെ സർ, ഹൗ കൻ ഐ ഹെൽപ്പ് യു എന്നാണ് ചോദിക്കേണ്ടത്. ഓക്കെ, ഇസ് ദർ എനി ഇഷ്യൂ എന്നല്ല, മറിച്ച് ഹൗ കൻ ഐ ഹെൽപ്പ് യു അല്ലെങ്കിൽ വാട്ട് ഹെൽപ്പ് ഡു യു നീഡ് എന്നാണ് ചോദിക്കേണ്ടത്. ഓക്കെ, കസ്റ്റമർ, യെസ് ഐ സപ്പോസ് ഇറ്റ്സ് നോട്ട് പെർഫോമിംഗ് അറ്റ് മാക്സിമം ലെവൽ. യു ക്യാൻ പോസ്റ്റ് കംപ്ലൈന്റ് ഇൻ ടു അവർ വെബ്സൈറ്റ് എന്ന് വേണ്ട, യു ക്യാൻ post അല്ലെങ്കിൽ you can post a complaint in our website, അല്ലെങ്കിൽ you can email a complaint to the sender's mail ID എന്ന് കൊടുക്കുക. how long will it take to get solved? Within a week, sir. Thank you. You're welcome. Okay, so almost എല്ലാം ഞാനിപ്പോ ഒരു 5-6 ഡിസ്കസ് ചെയ്തില്ലേ. ഓരോന്നും ഡിസ്കസ് ചെയ്യാനിരിക്കും. നമുക്ക് സമയത്തിന്റെ ഒരു ഭയങ്കരമായ പ്രശ്നമുണ്ട്. സോഫിയ അയച്ചിട്ടുണ്ട്, ഐശ്വര്യ അയച്ചിട്ടുണ്ട്, ഷെറിൻ അയച്ചിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഓക്കെ വിൽ മേക്ക് ഇറ്റ് ഓക്കെ എന്നതിനേക്കാൾ ഇങ്ങനെ പറയാം, ഐ വിൽ സെൻഡ് എൻ എംപ്ലോയി ടു റിപ്പയർ ഇറ്റ്, ടു മേക്ക് ഇറ്റ് ഓക്കെ എന്നതിനേക്കാൾ ടു റിപ്പയർ ഇറ്റ്. ഓക്കെ, സോ വിത്ത് ദാറ്റ് ഐ എം ഹാപ്പി വിത്ത് ഓൾ യുവർ മെസ്സേജസ്. എല്ലാവരും അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തിട്ട് ചിലർ ട്രൈ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവർ അതിനേക്കാൾ ബെറ്റർ ആയി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ചെറിയ ഗ്രാമർ ഇഷ്യൂസും ലിങ്കേജിന്റെ പ്രശ്നങ്ങളാണ്, വേർഡ്സ് ലിങ്ക് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളും ചെറിയ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ആണ്. ഐ എം ഹാപ്പി വിത്ത് ഓൾ യുവർ വൊക്കാബുലറി. നിങ്ങളുടെ വൊക്കാബുലറി നല്ല രീതിയിൽ തന്നെ ഇംപ്രൂവ് ആയിട്ടുണ്ട്. കീപ് ഇംപ്രൂവിങ്. ലാസ്റ്റ് ഓക്കെ, ഇന്ന് ഫസ്റ്റ് ആയിട്ട് വന്ന ആളുടെ മെസ്സേജും കൂടെ വന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വിൽ ബി വൈൻഡിങ് അപ്പ്. അത് എനിക്ക് പേഴ്സണലി ആണ് ഇട്ടേക്കുന്നത്. സോ ബട്ട് സ്റ്റിൽ ഐ ഗിവ് എ റീഡ് ബിക്കോസ് സ്വാദിഷ് എന്നാണ് പേര്. ഐ ഡോണ്ട് നോ അത് അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളത്. ഹി ഡിസേർവ്സ് എ ട്രൂ അപ്രിസിയേഷൻ ബിക്കോസ് ഇറ്റ്സ് ഹിസ് ഫസ്റ്റ് ഡേ. നിങ്ങൾ 17 സെഷൻ അറ്റൻഡ് ചെയ്തവരുടെ കൂടെയാണ് ഇന്ന് ആദ്യമായി വന്ന ഒരാളും ഈ ഒരു മെസ്സേജ് അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ലോങ് ടൈം ഐ ഹാവ് ബീൻ കോളിംഗ് ടുവേർഡ്സ് യുവർ കമ്പനി. ടുവേർഡ്സിന്റെ ആവശ്യം ഇല്ല. ഇറ്റ്സ് എ ലോങ് ടൈം ഐ ഹാവ് ബീൻ കോളിംഗ് ടു യുവർ കമ്പനി എന്ന് മതി. why your team is not picking the call? Picking the call എന്നതുള്ള നല്ല യൂസേജ് അല്ല. ഓക്കെ, യു ക്യാൻ, അത് നമ്മൾ കോൾ എടുക്കുക എന്നത് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് പിക്ക് ദ കോൾ എന്ന് പറയുന്നത്. rather you can say attend. why your team is not attending the call. പലരും യൂസ് ചെയ്യുന്നതാണ് pick the call, picking the call. പക്ഷെ അങ്ങനെയല്ല, attend the call. why are you not attending? Okay, why are you not picking എന്നല്ല കേട്ടോ. Really sorry sir, there was some technical issue with the connection. Can you please brief your issue so that I can help? The CCTV that I had purchased from your company is not connecting to the concert app. Please assist. Sure sir, that might be an issue with the website link that we have sent along with the item. I can resend the link again. So whatever can do. Wow, very good. നല്ല ഒരു കൺവെർസേഷൻ, നല്ലൊരു റോൾ പ്ലേ സ്ക്രിപ്റ്റ് തന്നെയാണ് സ്വാദിഷ് അയച്ചിരിക്കുന്നത്. അങ്ങനെ പറയാൻ മാത്രമുള്ള തെറ്റുകളൊന്നും അതിലില്ല. അശ്വതിയും അയച്ചിട്ടുണ്ട്. ഓക്കെ, ഐ എം ഹാപ്പി ഫോർ ഓൾ ഹു സെൻഡ് മീ. നമ്മൾക്കൊരു 10 മിനിറ്റ്സും കൂടെ ബാക്കിയുള്ളൂ. കുറച്ചും കൂടെ കാര്യങ്ങൾ ഡിസ്കസ്. എനിക്ക് ആക്ച്വലി നിങ്ങളുടെ എല്ലാവരുടെയും എടുത്ത് വായിക്കണം എന്നുണ്ട്, ബിക്കോസ് വെരി ഗുഡ് സ്ക്രിപ്റ്റ്സ്. ഞാൻ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ടു ബി വെരി ഓണസ്റ്റ്, ഈ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് ഇത്രയും വലുത് ഉണ്ടാക്കാൻ കഴിയാണ്ട് ഞാൻ നെറ്റ് നിർത്തിയിട്ട് എന്റേതായ രീതിയിൽ ഈ സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്തതാണ്. ഈ അലക്സും ടൈലറും എന്നത് ഞാൻ നെറ്റ് നിർത്തിയേക്കുന്നതാണ്, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല. ആൻഡ് എന്താണ്,
വേണ്ട അഡീഷൻസ് കൊടുത്തു, എഡിറ്റ് ചെയ്തു, സിനോണിംസ് ആഡ് ചെയ്തു എന്നുള്ള ഒരു എഡിറ്റിംഗേ ഞാൻ നടത്തിയിട്ടുള്ളൂ. ഓക്കെ, സോ ഐ എം വെരി ഹാപ്പി വിത്ത് യു ഓൾ. ഓക്കെ, എവ്രിവൺ ഡിസേർവ്സ് എ ക്ലാപ്പ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ഇസ് റെസ്യൂമെ ആൻഡ് കവർ ലെറ്റർ വർക്ക്ഷോപ്പ്. നമ്മൾ പറഞ്ഞു നമ്മളൊരു ഇന്റർവ്യൂവിന്റെ നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കപ്പെടണമെങ്കിൽ എന്താണ്, നമ്മൾ ആദ്യം ഓക്കെ ഇനി ഞാൻ ഇങ്ങനെ ഒരാൾ ജോലി അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടേ. സോ അതിനാണ് റെസ്യൂമെ അഥവാ CV. CV എന്ന് പറഞ്ഞാൽ കരിക്കുലം വിറ്റ്. ഇവിടെ അധികം ആൾക്കാർക്കും CV ഉണ്ടാവും അല്ലെ. ഇവിടെ ഇപ്പോഴും ജോബ് ഹണ്ടിങ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്, ജസ്റ്റ് ഒന്ന് ജോലി അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് അറിയാനാണ്. ഓൾറെഡി എല്ലാവരും വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സെഷൻ അത്രയും എക്സ്പാൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യം ഇല്ല. റാദർ ജോലി അന്വേഷിക്കുന്നവരുണ്ടോ? യെസ് യെസ്, ഓക്കെ ഫൈൻ. ജോലിയിൽ ഇരിക്കുന്നവരും ശ്രദ്ധിക്കുക, ജോലി അന്വേഷിക്കുന്നവർ അല്ലെങ്കിൽ ജോബ് ഹണ്ടിങ് ഫേസിലൂടെ കടന്നു പോകുന്നവർ അതിനേക്കാൾ ശ്രദ്ധിക്കുക. ഓക്കെ, CV എന്താണെന്ന് എല്ലാവർക്കും അറിയാം. CV ഇന്ന് അധിക ആൾക്കാരും ഉണ്ടാക്കുന്നത് എന്താണ്, നമുക്ക് ക്യാൻവ അല്ലെങ്കിൽ മറ്റുള്ള ഓൺലൈൻ സൈറ്റ്സിൽ നിന്ന് ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത്തരത്തിലുള്ള ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ചിലത് വളരെ ഫാൻസി ആണ്. നമ്മുടെ CV എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഒരു റിഫ്ലക്ഷൻ ആണ്. നമ്മൾ ഇന്റർവ്യൂക്ക് വിളിക്കപ്പെടണമോ വേണ്ടയോ എന്നുള്ള നമ്മുടെ CV അനുസരിച്ചിരിക്കും. അപ്പൊ CV-യിൽ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോസ് ഇന്നത്തെ ഇപ്പൊ അപ്ഡേറ്റഡ് ടെംപ്ലേറ്റുകളിൽ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ഫോർമാറ്റിൽ നമ്മൾ ഫോട്ടോ വെക്കേണ്ടതില്ല. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ് ഷുഡ് ബി എ ഫോർമൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. പലരെയും കാണാൻ എന്താണ് വളരെ കാഷ്വൽ ആയിട്ട് പുറത്തു പോയി നിൽക്കുന്ന ചിരിച്ചു നിൽക്കുന്ന സെൽഫീസ് ഒക്കെ CV-യിൽ. നോ, ദാറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ. ഓക്കെ, നമ്മൾ നമ്മുടെ മിനിമം ലോജിക് യൂസ് ചെയ്താൽ മതി. ഒരു ഫോർമൽ ഡോക്യുമെന്റ് ആണ്, നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ്. സോ അതിൽ ഇന്നത്തെ ഇത് വെച്ചിട്ട് അപ്ഡേറ്റഡ് സംഭവങ്ങൾ വെച്ചിട്ട് ഫോട്ടോ വേണമെന്നില്ല. ഇൻ കേസ് ഇഫ് യു ആർ ആഡിങ് ഫോട്ടോ, പ്ലീസ് ഡു കീപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഓക്കെ, ഇനി കവർ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കവർ ലെറ്റർ എല്ലായിടത്തും ചോദിക്കില്ല. നമ്മൾ എബ്രോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലായിടത്തും സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ്, കവർ ലെറ്ററിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് SOP. ഓക്കെ, ദാറ്റ് ഇസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് എന്ന് പറയും. സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ്, കവർ ലെറ്റർ എന്നതൊക്കെ നമ്മുടെ CV-നേക്കാൾ നമ്മൾക്ക് എന്തുകൊണ്ട് ഈ ജോലി വേണം, എന്തൊക്കെയാണ് നമ്മുടെ താല്പര്യങ്ങൾ, നമ്മളുടെ ഡ്രീംസ് എന്താണ്, നമ്മുടെ വീക്ക്നെസ്, നമ്മളെ തന്നെ കുറച്ചും കൂടി ഒരു സ്റ്റോറി രൂപത്തിൽ, നമ്മുടെ CV-യിൽ നമ്മൾ കഥ പോലെയല്ലല്ലോ എഴുതുന്നത്. ബട്ട് കവർ ലെറ്റർ പാരഗ്രാഫ് സ്റ്റൈലില് ആയിരിക്കും എഴുതുക. ആൻഡ് കവർ ലെറ്റർ ചോദിക്കുന്നുണ്ടെങ്കിൽ എല്ലായിടും വേർഡ് ലിമിറ്റ് ഓരോ കമ്പനീസ് തരും. ചിലടത്ത് 500 വേർഡ്സ് ആയിരിക്കും, അധികവും കാണാൻ ഒരു 500 വേർഡ്സ് എന്ന ലിമിറ്റ് ആണ്. അല്ലെങ്കിൽ 3000 ക്യാരക്ടേഴ്സ്. 3000 ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 3000 ലെറ്റേഴ്സ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 500 വേർഡ്സ്. ഏകദേശം അങ്ങനെ തന്നെയാണ് അത് വരിക. ഓക്കെ, അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഇത്. ആൻഡ് ശ്രദ്ധിക്കുക, റീസെന്റ് എനിക്ക് ഉണ്ടായിരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഒരു SOP സബ്മിറ്റ് ചെയ്തപ്പോൾ 300 ക്യാരക്ടർ ആയിരുന്നു ചോദിച്ചത്. ഞാൻ വളരെയധികം ഇരുന്ന് കഷ്ടപ്പെട്ട് വലിച്ച് നീട്ടി എഴുതി കഷ്ടപ്പെട്ടത് 3000 വേർഡ്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്ത സമയത്ത് അവരെന്താണ് വേർഡ് ലിമിറ്റ് എക്സീഡഡ് എന്ന് കാണിച്ചു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് 3000 വേർഡ്സ് ആയിരുന്നില്ല, 3000 ക്യാരക്ടർ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിവിടെ എടുത്ത് പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങൾ റെസ്യൂമേ ചെയ്യുമ്പോഴാവട്ടെ കവർ ലെറ്റർ ചെയ്യുമ്പോഴാവട്ടെ ശ്രദ്ധിക്കേണ്ട മേജർ കാര്യം, രണ്ടിനും കൂടെ സെയിം ഇതാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ടൈലർ യുവർ റെസ്യൂം. ടൈലർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾട്ടർ ചെയ്യുക, വ്യത്യാസങ്ങൾ വരുത്തുക. പലരും ചെയ്യുന്ന എന്താണ്, ഒറ്റ CV ഉണ്ടാക്കും, എല്ലാ ജോബിനും ആ സെയിം CV തന്നെ ആയി, മൊത്തമായിട്ട് പുതിയൊരു CV ഉണ്ടാക്കാനല്ല, മറിച്ച് എന്താ പറയുന്നത്, ടൈലർ ചെയ്യുക, ടൈലർ യുവർ റെസ്യൂമേ. ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു BBA, ദാറ്റ് ഇസ് ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, BBA അല്ലെങ്കിൽ MBA കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളില്ലേ? ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് ആവാം, ബിസിനസ് ഡെവലപ്പർ ആവാം, അങ്ങനെ ഒരുപാട് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് സെയിം സ്കിൽസ് ആൻഡ് നോളജ്, പക്ഷെ എന്താണ് ജസ്റ്റ് ആ ഒരു ജോബ് പൊസിഷൻ മാത്രം, നിങ്ങൾ ചെയ്യുന്ന റോള് സെയിം ആയിരിക്കാം, റെസ്പോൺസിബിലിറ്റീസ് സെയിം ആയിരിക്കാം, പക്ഷെ ഓരോ കമ്പനിയിൽ നിങ്ങൾക്ക് തരുന്ന പൊസിഷൻ ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ എന്താണ്, നമ്മളുടെ റെസ്യൂമേയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ കുറിച്ചൊരു 2-3 ലൈൻസ് കൊടുക്കും. അതിൽ നമ്മൾ കൊടുക്കും നമ്മൾ എന്താവാനാണ് ആസ്പയർ ചെയ്യുന്നത് എന്ന്. അപ്പൊ അതിൽ നിങ്ങൾ ഓരോ കമ്പനി അനുസരിച്ച് നിങ്ങളുടെ ജോബ്
പൊസിഷൻ മാറ്റുക. ഏത് പൊസിഷനിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ പൊസിഷന്റെ പേര് അവിടെ കീപ്പ് ചെയ്യുക. ആൻഡ് അതുപോലെ റെസ്യൂമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സ്കിൽസ് ആൻഡ് ടാലൻസ് എന്നുള്ളത്. ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾ സ്കിൽ ഉള്ളത്, അല്ല മറ്റേ ടൈം മാനേജ്മെന്റ്, ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞ സ്കില്ല് കൊടുക്കും. ചില ജോബ് ഹയറിംഗ് പോസ്റ്ററിൽ തന്നെ അവര് റിക്വയർഡ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ റിക്വയർഡ് സ്കിൽസിൽ ഏതൊക്കെ സ്കില്ലാണോ നിങ്ങൾക്കുള്ളത് അത് നിങ്ങളുടെ റെസ്യൂമിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുക. സോ എന്താണ് അവർ നോക്കുമ്പോൾ എന്താണ്, ഓക്കെ നമ്മളുടെ സ്കിൽ സെറ്റുമായിട്ട് അപ്ലൈ ചെയ്ത ആളുടെ സ്കിൽ സെറ്റ് മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വരും. അതിനുവേണ്ടി നിങ്ങൾ ഇല്ലാത്ത സ്കിൽ എഴുതേണ്ടതില്ല. അവരുടെ ജോബ് റിക്വയർമെന്റ് അല്ലെങ്കിൽ ഹയറിംഗ് പോസ്റ്ററിൽ കണ്ട സ്കില്ലുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതേപടി നിങ്ങൾ അത് കോപ്പി ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് യൂസ് കീവേഡ്സ്. അത് നിങ്ങളുടെ ജോബ് ഹയറിംഗ് റെസ്യൂമെ ടൈലർ ചെയ്യുന്ന എന്തിനാണ്? ടൈലർ യുവർ റെസ്യൂമെ അക്കോർഡിംഗ് ടു ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. This shows employers that you care about the position. അത് ആക്ച്വലി ഒരു HR ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് കമ്പനീസിൽ ഹയറിംഗ് നടത്തുന്നത്. നമ്മളുടെ CV കാണുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും. അവരുടെ ജോബ് ഹയറിംഗ് പോസ്റ്റുമായി അത് അത്രയും മാച്ച് ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായും മനസ്സിലാവും ഈ ജോബിന് വേണ്ടി പെർട്ടിക്കുലർ ആയിട്ട് ഉണ്ടാക്കിയ CV ആണ് അത്. സോ ദാറ്റ് ഇൻട്രസ്റ്റ്, നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് അത് കാണിക്കുന്നത്. നെക്സ്റ്റ് ഇസ് യൂസ് കീവേഡ്സ്. കീവേഡ്സിൽ സെയിം ആ ഒരു ജോബിന് സ്പെസിഫിക് ആയിട്ട് അവരുടെ ജോബ് ഹയറിംഗ് പോസ്റ്റിൽ പറയുന്ന കീവേഡ്സ് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമേലും ഇൻക്ലൂഡ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമേൽ സെയിം സംഭവത്തിന്റെ സിനോണിം ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്താ പ്രൊഫിഷ്യന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്നായിരിക്കും, അല്ലെങ്കിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നായിരിക്കും. ബട്ട് ചിലപ്പോൾ ജോബ് ഹയറിംഗ് പോസ്റ്ററിൽ എന്തായിരിക്കും, പ്രൊഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ടീം മെമ്പേഴ്സ് എന്നായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ജോബ് ഹയറിംഗ് പോസ്റ്ററിലുള്ള കീവേഡ് എന്താണോ ആ കീവേഡ് നിങ്ങളുടെ റെസ്യൂമേലും ഉണ്ടാവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് ഹയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ HRസിന് ആ വേർഡ്സ് മൈൻഡിൽ ഉണ്ടാവും. അതേ വേർഡ് തന്നെ ഇവിടെ കാണുമ്പോൾ എന്താണ്, നിങ്ങളെ റിക്രൂട്ടേഴ്സിന് നിങ്ങളെ ചൂസ് ചെയ്യുന്നതിന്റെ ചാൻസ് ഇതാണ്. നെക്സ്റ്റ് ഇസ് ഹൈലൈറ്റ് യുവർ സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ്. റെലവെന്റ് ആയ സ്കില്ലും എക്സ്പീരിയൻസും മാത്രം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ MBA ചെയ്ത ഒരാള് ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് അല്ലെങ്കിൽ അഥവാ BDAന്റെ ഒരു റോൾ ആയിരിക്കാം, അല്ലെങ്കിൽ HR റോൾ. MBA കഴിഞ്ഞവർ MBA in HR ഉണ്ടല്ലോ, HR റോളൊക്കെ ആയിരിക്കാം നോക്കുന്നത്. നിങ്ങളുടെ ഡിഗ്രി, അതായത് നിങ്ങൾ UG ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ കെമിസ്ട്രിയോ ബയോളജിയോ സുവോളജിയോ മാത്സോ ഒക്കെ ആയിരിക്കാം. കരിയർ ഷിഫ്റ്റ് നടത്തിയവരായിരിക്കാം. ഒരു HR പൊസിഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റിന്റെ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ്, കെമിസ്ട്രിയിൽ പേപ്പർ പ്രസന്റ് ചെയ്തു, കെമിസ്ട്രിയിൽ ഇന്ന പരിപാടിയിൽ ക്വാളിഫൈഡ് ആണ്, കെമിസ്ട്രിയിൽ നെറ്റ് ക്വാളിഫൈഡ് ആണ് എന്ന ക്വാളിഫിക്കേഷൻസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. കാരണം കെമിസ്ട്രിയിൽ നിങ്ങൾ എത്ര ഏബിൾഡ് ആണെങ്കിലും അത് നിങ്ങളുടെ ഈ ഒരു HR പൊസിഷനെയോ BDA പൊസിഷനെയോ എഫക്ട് ചെയ്യുന്നില്ല. സോ നിങ്ങളുടെ വളരെ ഏറ്റവും റെലവെന്റ് ആയ സ്കിൽസും എക്സ്പീരിയൻസും മാത്രം കൊടുക്കുക. ഓക്കെ, അതായത് പലരുടെയും ഒരു ചിന്ത എന്താണ്, വലിയ റെസ്യൂമെ ഉണ്ടെങ്കിൽ അത് അടിപൊളിയാണെന്നാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ്, മേക്ക് ഇറ്റ് ഷോർട്ട് എന്നാണ്. ബട്ട് ഏറ്റവും റെലവെന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയ അച്ചീവ്മെന്റ്സ് കൊടുക്കുക. നെക്സ്റ്റ് ഇസ് ക്വാണ്ടിഫൈ യുവർ അച്ചീവ്മെന്റ്സ്. ദാറ്റ് ഇസ് അത് ബുള്ളറ്റ് പോയിന്റ്സിൽ കൊടുക്കുക. 1, 2, 3. ഒരിക്കലും പാരഗ്രാഫ് ഐ ഹാവ് ഗോട്ട് ദിസ്, ഐ ഹാവ് അച്ചീവ്ഡ് ദിസ് ഇൻ ദിസ്, ഐ ഹാവ് ക്വാളിഫൈഡ് ദിസ് എക്സാം ഇൻ ദ ഇയർ. ഒരിക്കലും നമ്മൾ അങ്ങനെ കൊടുക്കരുത്, പാരഗ്രാഫിൽ കൊടുക്കരുത്. ഈ ഒരു രീതിയിലാണ് കൊടുക്കേണ്ടത്. റീസെന്റ് അച്ചീവ്മെന്റ് ആദ്യം, ഏറ്റവും അവസാനം കിട്ടിയ അച്ചീവ്മെന്റ് ആദ്യം, ഇന്നത്തെ അച്ചീവ്മെന്റ്, അങ്ങനെ ആ ഒരു ഓർഡറിൽ കൊടുക്കുക. അതുപോലെ ഇപ്പൊ ഏതെങ്കിലും എക്സാമിൽ ഉള്ള അച്ചീവ്മെന്റ്സ് ആണെന്നെങ്കിൽ മാർക്ക് കൊടുക്കുക. ഓൾ ഇന്ത്യ റാങ്ക് 251 അല്ലെങ്കിൽ 250, 370 on 400 എന്ന രീതിയിൽ നിങ്ങളുടെ സ്കോർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. നെക്സ്റ്റ് ഇസ് കീപ് ഇറ്റ് കോൺസൈസ്. ഒരു സ്റ്റാൻഡേർഡ് റെസ്യൂമെ എന്ന് പറയുന്നത് 2 പേജ് ആണ്. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് എന്റെ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സിന്റെ ഒക്കെ റെസ്യൂമെ ഞാൻ കണ്ടിട്ടുള്ളത് 50 പേജ് ഒക്കെയാണ്, 50 പേജസ് ആണ്. ദാറ്റ് ഇസ് അവര് ഒരുപാട്, ദാറ്റ് ഇസ് അറൌണ്ട് 50-60 റിസർച്ചസിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരുടെ റെസ്യൂമെ 50-60 ആണ്. സോ എന്റെയും ചിന്ത അത് തന്നെയായിരുന്നു, എന്താണ്, വലിയ റെസ്യൂമെ ഉണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയാണ്. പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, സോ നമ്മുടെ റെസ്യൂമെ മാക്സിമം ഷോർട്ട് ആക്കുക. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കിട്ടിയ ടാലൻസ് എല്ലാം ഒഴിവാക്കാനല്ല, മറിച്ച് നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും വാലിഡ് ആയ, ഏറ്റവും റെലവെന്റ് ആയ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക.
ദാറ്റ് ഇസ് ഇപ്പൊ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് കൊടുക്കുമ്പോൾ ഏറ്റവും റീസെന്റ് ആയ 3 മതി. 10ാം ക്ലാസ്, 12ാം ക്ലാസ്, ഡിഗ്രി, പി ജി ഡിപ്ലോമ. നോ, ദാറ്റ്സ് നോട്ട് നീഡഡ്. 10th +2 ആവശ്യം കൊടുക്കണ്ട. നിങ്ങളുടെ ഡിഗ്രി, പി ജി, ആഫ്റ്റർ പി ജി ഡോക്ടറേറ്റോ എംഫില്ലോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കുക. കാരണം സ്വാഭാവികമായും ഡിഗ്രി ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും 10th and +2 സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി നിങ്ങളുടെ കയ്യിൽ ഡിഗ്രി മാത്രമേ ഉള്ളൂ, UG സർട്ടിഫിക്കറ്റ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ +2 മാർക്സ് ആൻഡ് UG മാർക്സ് കൊടുക്കാം. 10th 12th അത് മുമ്പത്തെ ട്രെൻഡ് ആണ്, ഇപ്പൊ അതില്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രൂഫ് റീഡ് ചെയ്യുക. ഓക്കെ, നിർബന്ധമായും പ്രൂഫ് റീഡ് ചെയ്യുക. കാരണം നമ്മുടെ റെസ്യൂമയിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടെങ്കിൽ അത് എന്തായാലും നോട്ടീസ് ചെയ്യപ്പെടും. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ജോലിയിലല്ല. ഇപ്പൊ നമ്മളൊരു ലാബ് ടെക്നീഷ്യൻ ആയിട്ടാണ് കയറാൻ പോകുന്നത് വിചാരിക്കാം. നമ്മൾക്ക് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ലാബിന്റെ ഉള്ളിലെ കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ. കോൺസൈസ് ആവുക എന്ന് പറഞ്ഞാൽ ടു ദ പോയിന്റ്, വളരെ ചുരുക്കി പോയിന്റ് പറയുക. ഇങ്ങനെ എന്താ പറയാ, വലിച്ചു നീട്ടി പറയാതെ ചുരുക്കി വളരെ കോൺസൈസ് ആയിട്ട് പറയുക. ഓക്കെ, പിന്നെന്താ, ക്യാരക്ടറും വേർഡും ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ലെറ്റർ ആണ്, അക്ഷരങ്ങളാണ്. വേർഡ് എന്ന് പറഞ്ഞാൽ വാക്കുകളാണ് കേട്ടോ. ഓക്കെ, ദെൻ പ്രൂഫ് റീഡ് ചെയ്യുക. സോ പ്രൂഫ് റീഡ് ചെയ്യുന്നത് എന്താണ്, കമ്മ്യൂണിക്കേഷൻ അധികമൊന്നും വേണ്ടെങ്കിൽ പോലും നമ്മളുടെ CV എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫ് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് ആയി ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. സോ അത് അത്രയും കെയർലെസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരാളെ എന്താണ് ഒരു കമ്പനിയും ചൂസ് ചെയ്യില്ല. എന്താണ്, ഇയാളുടെ CV തന്നെ ആകെ അക്ഷരത്തെറ്റാണല്ലോ എന്നുള്ളൊരു ഒരു പെർസെപ്ഷൻ ആയിരിക്കും നമ്മളെ കുറിച്ച് ഉണ്ടാവുക. എന്താ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ. സോ ഓക്കെ, നൈസ് സ്വാദിഷ്. ഞാൻ ലാബ് ടെക്നീഷ്യൻ പറഞ്ഞപ്പോൾ ഇവിടെ സ്വാദിഷ് ലാബ് ടെക്നീഷ്യൻ ആണ്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, നൈസ്. സോ പ്രൂഫ് റീഡ് ചെയ്യുക. അതിൽ എന്തെങ്കിലും നിങ്ങളുടെ സ്കിൽസ്, ടാലൻസ്, മാർക്സ് കൊടുത്തേക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഗ്രാമർ, സ്പെല്ലിംഗ് എല്ലാം ചെക്ക് ചെയ്യുക, റീചെക്ക് ചെയ്യുക. ഓക്കെ, ദെൻ മേക്ക് ഇറ്റ് ഈസി ടു സ്കാൻ. മേക്ക് ഇറ്റ് ഈസി ടു സ്കാൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിൽ വെച്ചിട്ടുള്ള സ്കാനിങ് അല്ല, മറിച്ച് ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ ഏകദേശം നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് കിട്ടണം. കാരണം ഇപ്പോ ഒരു ജോബ് അല്ലെങ്കിൽ ഒരു റിസർച്ച് ഇന്റേണിന് വിളിക്കുകയാണ്, 100-120 റെസ്യൂമീസ് വരും. ഈ 120 റെസ്യൂമേയും അവർ അക്ഷരം വിടാതെ ഇരുന്ന് വായിക്കില്ല, മറിച്ച് അവർ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഒരുപാട് കുത്തി നിറച്ച് ഒരു മാർജിനും ഇല്ലാണ്ട് വളരെ ഫോണ്ട് ശ്രദ്ധിക്കാണ്ടൊക്കെ എഴുതിയാൽ തന്നെ അത് വായിക്കാൻ പോകില്ല. മറിച്ച് സ്കാൻ ചെയ്യാൻ ഈസി ആയിരിക്കണം. അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം കിട്ടണം. അതിനെന്താണ്, ബുള്ളറ്റ് പോയിന്റ്സിൽ ഷോർട്ട് സെന്റൻസ് ആക്കി ഇൻഫർമേഷൻസ് ലിസ്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം കിട്ടിയ അച്ചീവ്മെന്റ് ഒരു ബുള്ളറ്റ് പോയിന്റ്, ദെൻ നെക്സ്റ്റ് അങ്ങനെ. ഒരിക്കലും നമ്മൾ അതൊന്നും നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആവട്ടെ, അച്ചീവ്മെന്റ്സ് ആവട്ടെ, സ്കിൽസ് ആവട്ടെ, ഒരു CV-യിൽ ഒന്നും തന്നെ ഒരു പാരഗ്രാഫ് ഫോമിൽ പാടില്ല. ആകെ നമുക്കൊരു സെന്റൻസ് ഫോമിൽ എഴുതാം, അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റിയത് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ എഴുതും, ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ എബവ് മെൻഷൻ ഇൻഫർമേഷൻ ആർ ട്രൂ ടു മൈ നോളജ് എന്ന് കൊടുക്കും. അത് മാത്രമാണ് ബുള്ളറ്റ് പോയിന്റ് ഇല്ലാണ്ട് എഴുതാൻ പറ്റുക. പിന്നെ ഏറ്റവും മുകളിൽ നിങ്ങളെ കുറിച്ച് 2 വരി എഴുതും, ഐ ആം എ റിസർച്ച് എൻതൂസിയാസ്റ്റ്, അല്ലെങ്കിൽ ഐ ആം എ പാഷനേറ്റ് ഫോട്ടോഗ്രാഫർ, അല്ലെങ്കിൽ പാഷനേറ്റ് ജേർണലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മുകളിൽ കൊടുക്കും. അതും ബുള്ളറ്റ് പോയിന്റിൽ അല്ലാതെ ഇരിക്കാം, ബാക്കി എല്ലാം ബുള്ളറ്റ് പോയിന്റ്സ് ആയിരിക്കണം. ഓക്കെ, യെസ്, ഇവിടെ ഷെറിന് രാഹുൽ റിപ്ലൈ തന്നിട്ടുണ്ട്, ഗിവിംഗ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ക്ലിയർലി ബട്ട് ഇൻ ഷോർട്ട്. കൺസൈസ് ആവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ കൊടുക്കുക എന്നല്ല, കൊടുക്കുന്ന ഇൻഫർമേഷൻ വലിച്ചു നീട്ടി പറയാതെ അതിനെ വളരെ ഷോർട്ടായി ടു ദ പോയിന്റ് കൊടുക്കുക എന്നാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ്, യൂസ് എ പ്രൊഫഷണൽ ഫോണ്ട്. CV-യിൽ നമ്മൾ നെറ്റിൽ നിന്ന് ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ ഫാൻസി ടെംപ്ലേറ്റ്സ് ഉണ്ടാവും, ഫാൻസി ഫോണ്ടുകൾ ഉണ്ടാവും. ഫോണ്ട് എന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഹാൻഡ് റൈറ്റിംഗിന്റെ സ്റ്റൈലിനെയാണ് കേട്ടോ ഫോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പെൻ ആൻഡ് ബുക്ക് എഴുതുമ്പോൾ വരുന്നില്ലല്ലോ. പെൻ ആൻഡ് ബുക്ക് വെച്ചിട്ട് എഴുതുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഫോണ്ട്. ഓക്കെ, സോ ഫോണ്ട് പ്രൊഫഷണൽ ഫോണ്ടുകൾ ഉണ്ട്, ദാറ്റ് ഇസ് ടൈംസ് ന്യൂ റോമൻ, കാലിബ്രി, അതുപോലത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോണ്ടുകൾ മാത്രം യൂസ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ ഇറ്റാലിക്സ് കൊടുക്കുക. ഒരു CV-യിൽ തന്നെ ഒരു ഫോണ്ടേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓരോ സെക്ഷൻ ഓരോ ഫോണ്ടിൽ ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. അതൊക്കെ നമ്മളുടെ എന്താണ് പ്രൊഫഷണലിസം ഇല്ലായ്മയാണ് അതൊക്കെ കാണിക്കുക. ഓക്കെ, സോ പ്രൊഫഷണൽ ഫോണ്ട് യൂസ് ചെയ്യുക. ഒരു സിംഗിൾ ഫോണ്ട് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്.
ആ ഫോണ്ട് തന്നെ ബോൾഡ് ആക്കിയും നോർമൽ ആക്കിയും നമുക്ക് ടെക്സ്റ്റുകളായി കൊടുക്കാം. ഹെഡിങ്സ് ബോൾഡ് ആക്കിയും അല്ലാത്തത് നോർമൽ ആയിട്ടും കൊടുക്കാം. പക്ഷെ സിംഗിൾ ഫോണ്ട് പ്രൊഫഷണൽ ഫോണ്ട് ആയിരിക്കുക. ദെൻ ഫൈനലി നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് കൊടുക്കുക. താഴെ മെയിൽ ഐ ഡി കൊടുക്കുക. സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി അല്ല, മറിച്ച് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ. ഓക്കെ, ലിങ്ക്ഡിൻ ആണ് ഏറ്റവും ആപ്റ്റ് ആയത്. ലിങ്ക്ഡിൻ ഉണ്ട്, ഇൻഡീഡ് ഉണ്ട്, നൗക്രി ഉണ്ട്, ബട്ട് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ലിങ്ക്ഡിൻ ആണ്. സോ ലിങ്ക്ഡിനിൽ എല്ലാവരും ഒരു പ്രൊഫൈൽ നിർബന്ധമായും ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അതിലധികം പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെ സി വിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പേർപ്പസിനെങ്കിലും നിങ്ങൾ ഒരു ലിങ്ക്ഡിൻ ക്രിയേറ്റ് ചെയ്യുക. വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നും അല്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സി വി ആൻഡ് കവർ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേർഡിങ്സ് വായിക്കാൻ ക്ലിയർ അല്ല. ഈ രണ്ടും, ഈ ക്രോസ് ഇട്ടിരിക്കുന്നതും ഈ ടിക്ക് ഇട്ടിരിക്കുന്ന സി വിയും തമ്മിൽ നിങ്ങളൊന്ന് നോക്കിയേ, എത്ര ഡിഫറൻസ് ഉണ്ട്. ഇത് കണ്ടോ, രണ്ട് സൈഡില് ഇപ്പൊ പുതിയ ടെംപ്ലേറ്റ്സ് എല്ലാം ഇങ്ങനെയാണ് വരുന്നത്. ഈ ടിക്ക് ഇട്ടിരിക്കുന്ന കണ്ടോ, സൈഡില് സോഫ്റ്റ് സ്കിൽസ്. അപ്പൊ നമ്മുടെ എക്സ്പെർട്ടീസ് ആണ് ഗ്രാഫിൽ കാണിക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ് എക്സ്പെർട്ട് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഇടാം. നമ്മൾ എമച്യൂർ അല്ലെങ്കിൽ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലൂവിന്റെ സ്റ്റാർട്ടിങ് വരെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു ആവറേജ് ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലൂ ലൈൻ നടുക്ക് വെച്ച് നിർത്താം. സോ എന്താണ് ഇതിപ്പോ കണ്ടോ, ഈ ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ ഈ ഒരു ടിക്കുള്ള എമ്മ ഫെറാന്റെ ഈ ടിക്കുള്ള ഒരു സി വി കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ, ഇവൻ ഇഫ് അതിലത്തെ വേർഡ്സ് ക്ലിയർ അല്ലെങ്കിൽ പോലും ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. സോ നിങ്ങൾ ഒരു സി വി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാഡ് സി വി അല്ലെങ്കിൽ ബാഡ് റെസ്യൂമെ എന്ന് അടിച്ചില്ല എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, സോ എങ്ങനെയൊക്കെ ഒരു സി വി ആവണം എന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയൊക്കെ ഒരു സി വി ആവരുത് എന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഇന്റർവ്യൂ എന്ന സ്റ്റേജ് എത്തണമെങ്കിൽ നമ്മുടെ റെസ്യൂമെ അടിപൊളി ആവണം. ഓക്കെ, സോ വിത്ത് ദാറ്റ് നമ്മൾ ഇന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ബിക്കോസ് ഓൾറെഡി നമ്മുടെ ടൈം കഴിഞ്ഞിട്ട് 10 minutes ആയി. നമുക്ക് ആക്ച്വലി ഒരു സെഷനും കൂടെ ഉണ്ടായിരുന്നു, ഇന്ററാക്റ്റീവ് മോക്ക് ഇന്റർവ്യൂ കൂടെ ചെയ്യാനുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു സ്ലൈഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ ആഡ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ എനിക്ക് നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, എല്ലാവരും ഒരു മോക്ക് ഇന്റർവ്യൂവിന് റെഡി ആയി വരിക. അതായത് നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ ചോദിക്കുക, മറിച്ച് കോമൺ ആയിട്ട് വീക്ക്നെസ് എന്താണ്, വൈ ഡു യു വാണ്ട് ദിസ് ജോബ്, ഡിസ്ക്രൈബ് യുവർ സെൽഫ്, വാട്ട് ആർ യുവർ സ്ട്രെങ്ത്സ്, വാട്ട് ആർ യുവർ ഫ്യൂച്ചർ ഗോൾസ്, വേർ ഡു യു സീ ഇൻ യുവർ സെൽഫ് ഇൻ 5 years എന്ന രീതിയിലുള്ള കോമൺ ക്വസ്റ്റ്യൻസ് എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ട് വരിക. ഞാൻ കോമൺ ആയിട്ടായിരിക്കും ആൾക്കാരെ വിളിക്കുക. ഐ ഗിവ് യു 1 minute. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്വിക്ക് ആയിട്ട് ചോദിക്കുക. ഓക്കെ, ഐ ഹോപ്പ് നോ ഡൗട്ട്സ്. ആരും ഡൗട്ട് ഒന്നും ചോദിച്ചു കണ്ടില്ല. താങ്ക് യു ഓൾ. സോ യു മേ ഓൾ ലീവ്. സോ നെക്സ്റ്റ് വീക്ക് മറക്കണ്ട, വി വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് എ മോക്ക് ഇന്റർവ്യൂ സെഷൻ. അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. താങ്ക് യു ജെയ്സൺ, താങ്ക് യു ഓൾ. ജെയ്സന്റെ സെന്റൻസ് ഇത്തിരി നീണ്ടവരെ ഞാൻ നോക്കി, അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ആദ്യം ജെയ്സണിനോട് താങ്ക് യു പറഞ്ഞത്. എല്ലാരോടും താങ്ക് യു. EEP ഓൾഡ് വോയിസസ് കിട്ടാൻ വല്ല വഴിയുണ്ടോ? ദാറ്റ് ഇസ് ടാസ്കുകളുടെ വോയിസസ് ആണോ? യു ക്യാൻ കോൺടാക്ട് വിത്ത് യുവർ മെന്റർ. ഓക്കെ, നിങ്ങളുടെ EEPയുടെ പ്രീവിയസ് ടാസ്കുകളും വോയിസുകളും എല്ലാം കിട്ടാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് വീക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് വീണ്ടും പ്രൊഫഷണൽ ലാംഗ്വേജ് തന്നെയാണ്. ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് റിപ്പീറ്റേഷൻ വരുന്ന എന്താണ്, കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫൗണ്ടേഷൻ തറോ ആക്കാൻ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ പറയുന്നത്. ഓക്കെ, ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, ബിസിനസ് ഇൻഡസ്ട്രി എല്ലാം ഡിഫറെന്റ് വേർഡ്സ് അല്ലേ. Then we'll have a workshop on effective presentation skills. Again, we'll have role play based on business negotiation and meetings. Then we'll have a professional writing skill building session. Okay, with that we are winding up. Thank you so much.